Good evening, sir. 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 Good evening all. അപ്പോ ശബ്ദം വിളിച്ചിട്ട് ഓക്കെ എന്ന് തോന്നുന്നു. ഒരൊറ്റ മിനിറ്റ് കേട്ടോ. പുതിയ ആൾക്കാർ അറിഞ്ഞ് പേപ്പറിന്റെ തന്നെ കിടക്കുന്നു വേണമെങ്കിൽ റെഡി ആയിക്കോളുക. ഒരൊറ്റ സെക്കൻഡ്. അപ്പോ നമ്മൾ ഇന്ന് എടുക്കുന്നത് കഴിഞ്ഞ ദിവസം എടുത്ത അതേ ടോപ്പിക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത് ക്ലിയർ ആയില്ല മെസ്സേജ് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് കംപ്ലീറ്റ്, അതായത് എല്ലാ തരം ആളുകൾക്കുള്ള ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ആണ് ഇപ്പൊ കവർ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു ഒറ്റ മിനിറ്റ് ഞാനിപ്പോ ഇപ്പോ സ്ക്രീനൊക്കെ കാണാമല്ലോ, അതുപോലെ വോയിസ് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. ഓക്കെ. ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോയതാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗവും എത്തി. പക്ഷെ പലരും അതൊന്നുകൂടെ ഒന്ന് എടുക്കണം എന്നൊരു 3-4 മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ നോക്കിയപ്പോൾ അതും ഒരു പ്രോപ്പറായിട്ട് ആ ഒരു ഇതിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഒന്നുകൂടെ ഒന്ന് എടുക്കാൻ ഓർത്തു. അപ്പൊ ജസ്റ്റ് ഇനിയിപ്പോ ഈ ഒരു ടോപ്പിക് അവസാനിക്കുന്നത് വരെ പരമാവധി എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് പ്രൊഫഷണൽ ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നവരും അതുപോലെ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിനെ സമീപിക്കുന്നവരും എങ്ങനെയാണ് ക്യാപിറ്റൽ റിസ്ക് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആകുന്നത് വരെ തൽക്കാലം ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. അതിനുശേഷം ഈ ടോപ്പിക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ ഡൗട്ട് ക്ലിയറിലേക്ക് കടക്കാം. കാരണം സാധാരണ അങ്ങനെ ഡൗട്ട് എപ്പോൾ വന്നാലും ചോദിക്കാനാണ് പറയാറുള്ളത്. പക്ഷേ ഈ ഒരു ടോപ്പിക് ഇന്ന് അത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന ടോപ്പിക് ആയതുകൊണ്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയറൻസിലേക്ക് കടക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്ക് എന്ത് സംശയം വന്നാലും ആ സംശയം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ ഒരു വോയിസ് ആയിട്ട് പെട്ടെന്ന് തന്നെ അയക്കുക. ആ രീതിയിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നാൽ തൽക്കാലം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡൗട്ട് ക്ലിയറൻസിലേക്ക് മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് കിടക്കാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ പ്രൊഫഷനായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു കരിയർ ആക്കി കാണാൻ ആഗ്രഹിക്കുന്ന, പ്രധാന വരുമാന മാർഗം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആഗ്രഹിക്കുന്നവര്, പ്രൊഫഷനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നവര്, എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിനെ കാണുന്നവരല്ല. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ അവർക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിൽ തന്നെയാണ് പ്രധാനമായിട്ടുള്ള വരുമാന മാർഗം ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിനെ പറ്റിയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകളെ തുടക്കത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് മാത്രമേ പ്രാക്ടീസ് ചെയ്യാവൂ. അതുവരെ നമുക്ക് അവിടുന്ന് തുടക്കത്തിൽ അതിനകത്തുള്ള വരുമാനമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആ ഒരു വരുമാനത്തിനേക്കാൾ ഉപരി ഇവിടെ സ്കിൽഡ് ആവാനുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് തുടക്കക്കാർ ഇതിനെ കാണേണ്ടത്. എന്നാൽ ഒരു കരിയർ ആക്കി മാറ്റുന്ന സ്റ്റോക്ക് മാർക്കറ്റിന് പ്രധാന വരുമാന മാർഗം ലക്ഷ്യമിടുന്ന നമ്മളൊരു സ്കിൽഡ് ആയി കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് എത്രയാണോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മേഖലയിൽ, അതായത് നമുക്കറിയാം ഏതൊരു ബിസിനസ് ചെയ്യണമെങ്കിലും നമുക്ക് വരുമാനത്തിന് വേണ്ടി ഏതൊരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ക്യാപിറ്റൽ ആവശ്യമുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ ഇവിടെയും ക്യാപിറ്റൽ നിങ്ങൾ നോക്കുന്നത് ടോട്ടൽ ക്യാപിറ്റൽ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഉപയോഗിക്കുന്ന ടോട്ടൽ ക്യാപിറ്റലിന്റെ 40% ആദ്യഘട്ടത്തിൽ ഇൻട്രാഡേക്കായിട്ട് ഉപയോഗിക്കുന്നത്. മാക്സിമം ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിങ്ങൾ കണക്കാക്കി വെച്ചിരിക്കുന്ന ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ 40% മാത്രമേ മാക്സിമം ഇൻട്രാഡേക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻട്രാഡേക്കായിട്ട് മാക്സിമം 40%. അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇതിലേക്ക് താഴേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, കുഴപ്പമില്ല. പക്ഷേ മാക്സിമം 40% എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രൊഫഷനായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വരുമാനം ആവശ്യമുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും മറ്റു കാര്യങ്ങൾക്കും നമ്മുടെ നിത്യ ചെലവുകൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് വരുമാനം ആവശ്യമുണ്ട്. ആ വരുമാനം എപ്പോഴും ട്രേഡിങ്ങിനെക്കാളും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിനേക്കാളും ട്രേഡിങ്ങിനെക്കാളൊക്കെ നമുക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത് ഇൻട്രാഡേയിൽ നിന്നാണ്. അപ്പോ ഇൻട്രാഡേ നമ്മൾ എപ്പോഴും, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ സ്കിൽഡ് ആയതിനു ശേഷമാണ് ഈ ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ ആവശ്യകത നമുക്ക് മീൻസ് അപ്പോഴേ ഇത് ഫോളോ ചെയ്യാവുള്ളൂ. അപ്പോ 40% മാക്സിമം ഇൻട്രാഡേക്കായിട്ട് ഉപയോഗിക്കണം. മാക്സിമം 40%മാണ് ഇൻട്രാഡേക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ 40%ത്തിന് തന്നെ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് 4 അല്ലെങ്കിൽ 6 മാക്സിമം 12 ഇത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ശരാശരി നമ്മുടെ ക്യാപിറ്റലിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിലൊരു പോർഷൻ കൊണ്ടായിരിക്കണം ഇൻട്രാഡേ ചെയ്യുന്നത്. അതായത്
എത്രയാണോ ടോട്ടൽ ക്യാപിറ്റൽ എന്നുള്ളതല്ല, എത്രയാണെങ്കിലും മാക്സിമം 40% മാത്രമേ ഇൻട്രാഡേക്ക് ആയിട്ട് ഉപയോഗിക്കാവൂ. ഈ 40% തന്നെ വീണ്ടും ഏറ്റവും ചുരുങ്ങിയത് 4 അല്ലെങ്കിൽ ഏറ്റവും സേഫ് 6 ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നവരെ 12 ഡിവൈഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഒരു എൻട്രി എടുക്കേണ്ടത്. ഇപ്പോ ഇന്ന് ലൈവിലൊക്കെ ആണെങ്കിൽ നമ്മൾ പല പല എൻട്രികൾ എടുത്തു. എന്നാലും നമുക്കറിയാം അറ്റ് എ ടൈം 2 or 3 അതായത് ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ അറ്റ് എ ടൈം 2 or 3 ട്രേഡിനപ്പുറം പൊസിഷനപ്പുറം നമ്മുടെ കൈവശം ഉണ്ടായിട്ടില്ല. മാക്സിമം 2 or 3 പൊസിഷൻ മാത്രമേ നമ്മുടെ കൈവശം ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് എക്സിറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്തൊരു ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകാവൂ അറ്റ് എ ടൈം മാക്സിമം 3 പൊസിഷൻ നമ്മുടെ കൈവശം ഇരിക്കാവുള്ളൂ. എന്നാൽ ഓക്കെ, മാക്സിമം നമുക്കൊരു 3 പൊസിഷനെ അറ്റ് എ ടൈം ഇൻട്രാഡേ കൈവശം ഇരിക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിനെ ഏറ്റവും സേഫ് ആയിട്ട് 6 ഡിവൈഡ് ചെയ്ത് അതിലൊരു പോർഷൻ, എക്സാമ്പിൾ എന്റെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 40% എന്നുള്ളത് മാക്സിമം അത് 30 ആവും, 40 ആവും, 20 ആവും. അത് നമുക്ക് തോന്നുന്നു എനിക്ക് ഇൻട്രാഡേയിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇൻട്രാഡേയിലാണ് എനിക്ക് കൂടുതൽ സക്സസ് ആവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇൻട്രാഡേയിലാണ് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കാനും ട്രേഡ് എടുക്കാനും പറ്റുന്നത് എങ്കിൽ എന്റെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 40% വരെ എനിക്ക് ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഇൻട്രാഡേക്ക് എനിക്ക് അധികം കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ഞാൻ ട്രേഡ് എടുക്കുന്നതൊന്നും അത്രയ്ക്ക് ശരിയാകുന്നില്ല എന്നാണ് ചിന്തയെങ്കിൽ ഈ 40% എന്നുള്ളത് കുറച്ച് കുറച്ച് കൊണ്ടുവരണം. നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കാൻ കഴിയുന്നത് വരെ ചെറിയ ചെറിയ എമൗണ്ടുകൾ ഇൻട്രാഡേക്ക് മാറ്റിവെക്കുക. അപ്പോൾ ഇപ്പോൾ 40% ടോട്ടൽ ഇൻട്രാഡേക്ക് ഉപയോഗിക്കുന്നത്. അത് ഏകദേശം 1 ലക്ഷമാണെന്ന് സങ്കല്പിക്കുക. ഏകദേശം 1 ലക്ഷമാണെന്ന് സങ്കല്പിക്കുക. നമുക്ക് അത്രയൊന്നും ക്യാപിറ്റൽ വേണ്ടത് കണക്കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ 1 ലക്ഷം ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ 1 ലക്ഷമാണ് ക്യാപിറ്റലെങ്കിൽ അതിനെ 6 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലൊരു പോർഷൻ എന്നുള്ളത് നമുക്കറിയാം ഏകദേശം 16,000 രൂപയാണ് വരിക. അതായത് ഇൻട്രാഡേ ക്യാപിറ്റൽ 1 ലക്ഷമാണെന്ന് സങ്കല്പിക്കുമ്പോൾ അതിനെ 6 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം എന്നുള്ളത് 16,000 രൂപയായിരിക്കും വരുന്നത്. അപ്പോ ഞാൻ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ, ഒരു ഇൻട്രാഡേ ട്രേഡ് നിഫ്റ്റി ആവട്ടെ, ബാങ്ക് നിഫ്റ്റി ആവട്ടെ, ഫിൻ നിഫ്റ്റി ആവട്ടെ, മിഡ് ക്യാപ് നിഫ്റ്റി ആവട്ടെ, ഏതെങ്കിലും സ്റ്റോക്കിലാവട്ടെ, ഈ ഓപ്ഷൻ ആവട്ടെ, ഇക്വിറ്റി ആവട്ടെ, ഏത് ചെയ്യാണെങ്കിലും ശരി, ഒരു എൻട്രിക്ക് ഞാൻ മാക്സിമം യൂസ് ചെയ്യേണ്ടത് എന്റെ ഈ 6-1 ഇൻട്രാഡേ ക്യാപിറ്റലിന്റെ 6-1 മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു ട്രേഡും എടുക്കരുത്. എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പോ ഒരു 2 ലോട്ട് എടുക്കണമെങ്കിൽ എനിക്ക് ഏകദേശം 17,000 അല്ലെങ്കിൽ 16,500 രൂപ വരും എന്ന് സങ്കല്പിക്കാം. 2 ലോട്ട് എടുക്കണമെങ്കിൽ 16,500 രൂപ വരും സങ്കല്പിക്കാം. എന്റെ മാക്സിമം ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ 16,000 ആണെങ്കിൽ ഇവിടെ 2 ലോട്ട് എടുക്കാതെ ഏകദേശം 7,000 രൂപ അല്ലെങ്കിൽ 8,250 വരുന്ന ഒരു ലോട്ടേ എടുക്കാവൂ. കാരണം 2 ലോട്ട് എടുക്കണമെങ്കിൽ 16,500 വരും. അപ്പോൾ ഒരു ലോട്ടിന് 8,250 വരുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ 2 ലോട്ട് എടുക്കാൻ പാടില്ല. ഒരു ലോട്ട് 8,250 ഞാൻ യൂസ് ചെയ്യാവും. അതായത് എന്റെ ഒരു ട്രേഡിനായിട്ട്, ഒരു എൻട്രിക്കായിട്ട് ഞാൻ എത്രയാണോ ക്യാപിറ്റലിനെ മാനേജ് ചെയ്തിരിക്കുന്നത് അതിന്റെ ആ 6-1 അതല്ലെങ്കിൽ എത്രയാണോ മാനേജ് ചെയ്തിരിക്കുന്നത് അത്രേ ഭാഗം മാത്രമേ ഉപയോഗിക്കാവൂ മാക്സിമം. അതിൽ കൂടുതൽ വരുന്ന ഒരു ട്രേഡുകളും എടുക്കരുത്. അങ്ങനെ ഇൻ കേസ് എടുക്കാൻ നമുക്ക് വരികയാണെങ്കിൽ ക്യാപിറ്റല് മീൻസ് ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ടായിരിക്കണം ട്രേഡ് എടുക്കേണ്ടത്. അതുപോലെ ഞാനിപ്പോ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഏതിലോ ഒരു ട്രേഡ് എടുത്തു, അടുത്ത് നോക്കിയപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി മറ്റൊരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ മറ്റൊരു ഇൻഡെക്സിലോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ ട്രേഡ് എടുക്കേണ്ടത് അടുത്ത ഒരു പോർഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കേണ്ടത്. ഇത് നിലനിൽക്കെ തന്നെ മറ്റൊരു ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി കൂടെ വരുമ്പോൾ അടുത്ത ഒരു 16,000 രൂപ, ഈ 16,000 രൂപ എന്ന് പറഞ്ഞാൽ 16,000 ആയിട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ എത്രയാണോ അതിനെ എത്രയായിട്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു പോർഷൻ മാത്രമേ ഒരു ട്രേഡിനായിട്ട് ഉപയോഗിക്കാവൂ. ഒരു കാരണവശാലും നമ്മൾ ഡിവൈഡ് ചെയ്ത ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ എമൗണ്ട് വരുമെങ്കിൽ ഒന്നുകിൽ ആ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിനേക്കാൾ കുറവ് വരുന്ന എത്രയാണോ വരുന്നത് അത്ര ക്വാണ്ടിറ്റിയെ വാങ്ങാവൂ. അത് ലോട്ട് ആവട്ടെ, ഇക്വിറ്റിയിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ആവട്ടെ, ഏതാണെങ്കിലും നമ്മൾ മാക്സിമം നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒരു ട്രേഡിനായിട്ട് ഉപയോഗിക്കാവും. ഇങ്ങനെ മാക്സിമം അറ്റ് എ ടൈം 3 ട്രേഡുകളൊക്കെ നമ്മുടെ പൊസിഷൻസ് കൈവശം ഉണ്ടാവും. കാരണം അതല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രാഡേ എന്നുള്ളത് നമ്മുടെ ശ്രദ്ധ, അറ്റൻഷൻ, ഫോക്കസ് ഏറ്റവും അധികം ആവശ്യമുള്ള സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ട്രേഡും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് എക്സിറ്റ് ചെയ്യാറായോ, ഇത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറായോ. കാരണം
എനിക്ക് തോന്നുന്നു ഇന്ന് ലൈവിൽ പോലും നമുക്ക് അത്തരം ഒരു സാഹചര്യം വന്നു. കാരണം സാധാരണ നമ്മുടെ എല്ലാ ലൈവ് സെഷൻസിലും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് മാർക്കറ്റിന്റെ നല്ലൊരു മൂവ്മെന്റ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുന്നതാണ്. പക്ഷേ ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറയാൻ വിട്ടുപോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടി, അത്യാവശ്യം എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ആയി. പക്ഷേ പിന്നെയും അത് നമ്മൾ ഹോൾഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ വന്ന പ്രോഫിറ്റിൽ ഏകദേശം പകുതിയോളം തിരിച്ച് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ആ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ എക്സിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂള്. അത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറ്റ് എ ടൈം മീൻസ് ഞാനിപ്പോ ഇത് പറഞ്ഞു തന്നത് നമ്മളുടെ ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഫോക്കസ് ഏറ്റവും അധികം വേണ്ടത് ഇൻട്രാഡേയിലാണെന്ന് നമ്മൾ ഇന്നത്തെ ആ ഒരു സാഹചര്യത്തിലൂടെ ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ മൂന്ന് പൊസിഷനിൽ കൂടുതൽ അറ്റ് എ ടൈം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കതൊന്നും ചിലപ്പോൾ വാച്ച് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. ഈ മൂന്നും ഒരുപോലെ എക്സിറ്റ് ചെയ്യണോ, ഇത് എത്രത്തോളം മൂവ്മെന്റ് കിട്ടുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊന്നും ഒരേ സമയത്ത് നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മാക്സിമം അറ്റ് എ ടൈം 3 ട്രേഡുകളെ എടുക്കാവൂ എന്ന് പറഞ്ഞു, പൊസിഷൻസേ കൈവശം ഉണ്ടാകാവൂ എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പോൾ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് ഏകദേശം ഐഡിയ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു വോയിസ് ആയിട്ട് ഇടുകയോ അതല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക. നമുക്ക് ഈ ഒരു സെഷൻ, അതായത് ഇന്നത്തെ ഈ ഒരു സിലബസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇൻട്രാഡേക്ക് മാക്സിമം ക്യാപിറ്റൽ 40%, ടോട്ടൽ ക്യാപിറ്റൽ 40% മാക്സിമം യൂസ് ചെയ്യാവും. ഇത് മാക്സിമം ആണ്, അഥവാ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലിമിറ്റാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു കാരണത്തിലും ഇൻട്രാഡേയിൽ ഉപയോഗിക്കരുത്. എന്നാൽ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് മാർക്കറ്റിനെ സമീപിക്കാനുള്ള കഴിവ്, ട്രേഡ് കണ്ടെത്താനുള്ള കഴിവ്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കഴിവ്, അത് ഇമോഷൻസ് ഇല്ലാതെ എൻട്രി എടുത്തതിന് ശേഷം എക്സിറ്റ് ചെയ്യാനുള്ള കഴിവ് ആർജിക്കുന്നത് വരെ മാക്സിമം ചെറിയ ക്യാപിറ്റലേ ഉപയോഗിക്കാവൂ. മാക്സിമം അത് കഴിവെല്ലാം ആർജിച്ച് നമ്മളൊരു പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് മാക്സിമം 40%. അത് ഒരു നിർബന്ധമില്ല 40% വരെ ഉപയോഗിക്കണം, ഒരു നിർബന്ധമില്ല. 10%, 20%, 5%, 3%, 35%, എത്ര വേണേലും ഉപയോഗിക്കാം. പക്ഷെ മാക്സിമം 40% മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു പോർഷനിൽ നമ്മളിപ്പോ 16,000 ആണ് 1 ലക്ഷത്തിന്റെ ക്യാപിറ്റൽ എങ്കിൽ അതിനെ 6 ഡിവൈഡ് ചെയ്തപ്പോൾ അതിലൊരു പോർഷൻ എന്നുള്ള 16,000 ആണെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കണം, 1 ലക്ഷം രൂപ ക്യാപിറ്റലുള്ള എനിക്ക് അറ്റ് എ ടൈം ഞാൻ ഒരു ട്രേഡിനായിട്ട് യൂസ് ചെയ്യുന്നത് 16,000 രൂപയാണ്. ഈ 16,000 രൂപയിൽ എത്ര രൂപ വരെ അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് എനിക്ക് റിസ്ക് എടുക്കാം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം. എത്ര പെർസെന്റേജ് വരെ അല്ലെങ്കിൽ എത്ര ശതമാനം വരെ അല്ലെങ്കിൽ എത്ര എമൗണ്ട് വരെ എനിക്ക് റിസ്ക് എടുക്കാം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. അതായത് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഈ 2 കാര്യങ്ങൾ, ക്യാപിറ്റൽ മാനേജ്മെന്റിലും റിസ്ക് മാനേജ്മെന്റിലും നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണയിൽ എത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ട്രേഡിംഗ് ചെയ്ത് തുടങ്ങാവൂ. ആ ഒരു ഐഡിയ അതല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് നമ്മൾ ഫൈനൽ ചെയ്തതിന് ശേഷം കുറച്ചു കാലത്തേക്ക് 3 അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഒരു കാരണവശാലും ഈ ഡിസിഷൻസ് പൊളി ചെയ്തരുത്. ഒരു ട്രേഡിന് വേണ്ടിയും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും ഇത് പൊളി ചെയ്തരുത്. എത്ര വല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും, എത്ര നല്ല സാഹചര്യത്തിലാണെങ്കിലും, എത്ര മോശം സാഹചര്യത്തിലാണെങ്കിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് സക്സസ് ആവാനുള്ള അടിത്തറ പാകുക എന്നർത്ഥം. അതായത് 16,000 രൂപ ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ ഇതിൽ എത്ര ശതമാനം വരെ എനിക്ക് റിസ്ക് എടുക്കാം എന്ന് നമ്മൾ സ്വയം ചോദിക്കുക. അത് എത്രയും ആകാം, ഒരു 3% ആകാം, 10% ആകാം, 5% ആകാം, 15% ആകാം, 20% ആകാം. എത്രയാണോ റിസ്ക് എടുക്കുന്നത് ആ റിസ്ക് എപ്പോഴും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തീരുമാനിക്കണം. ഇപ്പോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ട്രേഡിൽ ഇതിന്റെ 10% വരെ ഞാൻ മാക്സിമം റിസ്ക് എടുത്തു, അല്ലെങ്കിൽ 15% വരെ ഞാൻ മാക്സിമം റിസ്ക് എടുത്തു എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ, അപ്പോ എത്രയാണോ ഞാൻ എന്റെ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ട്രേഡിൽ ഇത്ര ശതമാനം, അതായത് ഞാൻ ഉപയോഗിക്കുന്ന 16,000 അല്ലെങ്കിൽ 6-1 എത്രയാവട്ടെ, ആ എമൗണ്ട് എത്രയാവട്ടെ, ഞാൻ ഉപയോഗിക്കുന്ന 6-1 ക്യാപിറ്റലിൽ ഞാൻ ഇത്രയേ റിസ്ക് എടുക്കൂ എന്ന് ഞാൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് 10% ആവാം, 5% ആവാം, 15% ആവാം, 20% ആവാം, എത്രയാവട്ടെ, അതാണ് എന്റെ ഒരു ട്രേഡിന്റെ ലോസ്. എക്സാമ്പിൾ, ഞാൻ ഒരു 15% റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്കറിയാം 16,000-ന്റെ 15% എന്ന് വരുമ്പോൾ ഏകദേശം കണക്കിൽ പുലികൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല, എങ്കിൽ പോലും 2,400 രൂപയാണ് ഇവിടെ എന്റെ റിസ്ക് വരുന്നത്. 16,000 രൂപയുടെ 15% എന്നത് 16,000 രൂപയുടെ 15% എന്നുള്ളത് 2,400 രൂപ. അപ്പോ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് എന്റെ ഒരു ട്രേഡിന്റെ റിസ്ക്, അഥവാ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന എന്റെ ഒരു ട്രേഡിന് മാക്സിമം റിസ്ക് എന്നുള്ളത് 2,400 രൂപയാണ്. അഥവാ ഞാൻ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിന്റെ 15% എങ്കിൽ
ഞാൻ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ സിസ്റ്റം അനുസരിച്ച് ട്രേഡ് എടുക്കുമ്പോൾ നമ്മളുടെ എൻട്രി പോയിന്റ് എല്ലാവർക്കും ഒരേ സ്ഥലത്തായിരിക്കും കിട്ടുന്നത്. കാരണം നമ്മൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട്. അപ്പോ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ അതിന്റെ ലോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പൊ ഇത് രണ്ട് എൻട്രി പോയിന്റും സ്റ്റോപ്പ് ലോസ് എന്നുള്ളതും നമ്മളുടെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഏകദേശം ഒരേ പ്രൈസിൽ തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിന്റെ വേരിയേഷൻ വരെ ഓപ്ഷൻ ഒക്കെ എടുക്കുമ്പോൾ സ്ട്രൈക്ക് പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ ഈ വരുന്ന എമൗണ്ടിന് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടാവും. പക്ഷെ എല്ലാവരും നമ്മളിപ്പോൾ അണ്ടർലൈൻ അസറ്റ് ആണ് ഫോളോ ചെയ്യുന്നുണ്ട് തന്നെ എല്ലാവർക്കും ഒരേ സ്ഥലത്തായിരിക്കും എൻട്രി പോയിന്റ് കിട്ടുന്നതും എല്ലാവർക്കും ഒരേ സ്ഥലത്തായിരിക്കും സ്റ്റോപ്പ് ലോസ് കിട്ടുന്നതെന്ന് നമുക്കറിയാം. അപ്പോ ഇനി നമ്മളുടെ ട്രേഡ് എന്ന് വെച്ചാൽ അഥവാ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അവനവന്റെ ക്യാപിറ്റൽ അനുസരിച്ച് അവനവന്റെ റിസ്ക് അനുസരിച്ച് അവനവൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന റിസ്ക് അനുസരിച്ച് അവനവന് ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ അനുസരിച്ച് ഈ എൻട്രി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള തീരുമാനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ സക്സസ് നിശ്ചയിക്കുന്നത് നമ്മുടെ അറിവോ കഴിവോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതായത് യഥാർത്ഥ സമയത്ത് അഥവാ അനുയോജ്യമായ സമയത്ത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസിഷൻ ഇവിടെ എൻട്രി എടുക്കണോ അത് എക്സിറ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെ സക്സസ് ആക്കുന്നത്. പലപ്പോഴും പറയുന്നുണ്ട്, ഇന്നത്തെ ലൈവ് സെഷനിലാണെങ്കിൽ പോലും പലപ്പോഴും ഞാൻ പറഞ്ഞത് കേട്ടു, ലൈവ് എന്നും വെച്ചുകൂടെ, അതുപോലെ തന്നെ ലൈവ് ഉള്ള ദിവസങ്ങൾ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും, അല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് ചെറിയ മീൻസ് ഒരു ആശങ്ക ഉണ്ട് എന്നൊക്കെ. അതൊക്കെ താൽക്കാലികം മാത്രമാണ്. കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അങ്ങനെയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ലൈവ് സെഷനിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ലൈവ് സെഷനിൽ ഇരിക്കുമ്പോൾ ആ ഡിസിഷൻ എടുക്കാനുള്ള ക്ലാരിറ്റി, ആ തീരുമാനം ഇവിടെ വെച്ചൊരു ട്രേഡ് എടുക്കണം അതല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇത് നമുക്ക് പറ്റിയൊരു ഏരിയ അല്ല, ഇവിടെ വെച്ച് ട്രേഡ് എടുക്കണ്ട, വേണമെങ്കിൽ റിസ്ക് എടുക്കുന്നവർ എടുത്തോളൂ എന്നൊക്കെ പറയുന്ന ആ ഡിസിഷൻസ്, ആ തീരുമാനം, അതുപോലെ ഇത് ഇവിടെ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യേണ്ട, കുറച്ചും കൂടെ താഴേക്ക് വരികയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. ഈ തീരുമാനങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ സക്സസ് ആക്കുന്നത്. സ്ട്രാറ്റജികളോ മെത്തേഡുകളോ അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് മാത്രമാണ് ഈ സ്ട്രാറ്റജികളും മെത്തേഡുകളും കാര്യങ്ങളെല്ലാം. എത്രയൊക്കെ സ്ട്രാറ്റജികൾ പഠിച്ചെങ്കിലും എത്രയൊക്കെ മെത്തേഡുകൾ പഠിച്ചെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഈ നമ്മൾ ലൈവ് സെഷനിൽ നമ്മൾ എടുക്കുന്ന പോലത്തെ തീരുമാനങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ റിസൾട്ട് നിശ്ചയിക്കുന്നത്. ആ തീരുമാനങ്ങൾ അല്ലാതെ വേറെ ഒരു നോളജോ ഒരു എക്സ്പീരിയൻസോ ഒക്കെ പിന്നീട് വരുന്നുള്ളൂ. അതൊക്കെ ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മളുടെ ആ ഒരു കഴിവിനെ പരിപോഷിപ്പിക്കുകയുള്ളൂ, അറിവുകളും എക്സ്പീരിയൻസുകളും എല്ലാം. അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി അഥവാ മൈൻഡ് സെറ്റ് ആർജിക്കലാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ നേരത്തെ ഇപ്പൊ പറഞ്ഞു വന്നത്, ഇവിടെ ഞാൻ എന്റെ എൻട്രി അഥവാ ഞാൻ നിശ്ചയിച്ച റിസ്കിനുള്ളിലാണോ ഈ എൻട്രി പോയിന്റിൽ നിന്നും സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം ആണെങ്കിൽ മാത്രമേ ഞാൻ ഈ ട്രേഡ് എടുക്കുകയുള്ളൂ. ഇത് നമ്മൾ പലപ്പോഴും ലൈവ് സെഷനിലാണെങ്കിൽ ഈവനിങ് ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇത് സ്റ്റോപ്പ് ലോസിലേക്ക് ഇത്തിരി ദൂരം കൂടുതലാണ്. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നതല്ലല്ലോ. ആ ഒരു ദൂരം കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെന്റിനോ റിസ്ക് മാനേജ്മെന്റിനോ ഇത് സൂട്ടബിൾ ആവില്ല. ഇൻ കേസ് ഒന്ന് താഴെ വന്ന് തിരിച്ചു കയറുമ്പോൾ നമുക്ക് എൻട്രി പോയിന്റിലേക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് ദൂരം കുറഞ്ഞ ട്രേഡുകൾ കിട്ടും, അത് എടുക്കാം എന്നുള്ള ഡിസിഷനിൽ പോലും നമ്മൾ എത്തുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അതായത് നമ്മുടെ റിസ്ക് കുറഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോ പറഞ്ഞു വന്നത്, 16,000 രൂപ അറ്റ് എ ടൈം ഞാൻ ഒരു ട്രേഡിന് യൂസ് ചെയ്യുന്നു ഇൻട്രാഡേയിലെങ്കിൽ, എന്റെ ക്യാപിറ്റൽ 1 ലക്ഷമാണ്, അതിന് 6,000 ഡിവൈഡ് ചെയ്തപ്പോൾ 16,000 ആണ് കിട്ടിയത്. ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ പലരും കയറുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ആദ്യം കേൾക്കാത്ത ഭാഗം ഒന്നുകൂടെ കേട്ടോട്ടെന്ന് ഓർത്തിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്റെ ക്യാപിറ്റൽ 1 ലക്ഷമാണ്, അതിന് ഞാൻ 6,000 ഡിവൈഡ് ചെയ്തപ്പോൾ ഏകദേശം 16,000 രൂപ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒരു എൻട്രി എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ആ 16,000 തന്നെ എക്സാമ്പിൾ ആണ് ഇത്, എന്റെ മാത്രം ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും റിസ്ക് എത്രത്തോളം എടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്യുക. 1% 2% 10% 15% 20 25 എത്ര വേണേലും നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ഇവിടെ 15% എന്റെ ഈ 16,000 റിസ്ക് എടുക്കാൻ എന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എനിക്ക് അത്രേ പറ്റൂ എന്നുള്ളതാണ് എന്റെ ഡിസിഷൻ എങ്കിൽ ഓരോ ട്രേഡും എന്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടായാൽ എനിക്ക് മാക്സിമം 2,400 രൂപ അല്ലെങ്കിൽ 15% ലോസ് വരാവും. ഒരു ശരാശരി അതിൽ താഴെ നിൽക്കുന്നതായിരുന്നെങ്കിൽ ഞാൻ ആ ട്രേഡ് എടുക്കുള്ളൂ.
അപ്പോ ഇപ്പോ എക്സാമ്പിൾ ഈ എൻട്രി പോയിന്റ് ഒരു 100 രൂപയാണെന്ന് സങ്കല്പിക്കുക. ഈ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 20 രൂപയാണെന്ന് സങ്കല്പിക്കുക. അഥവാ 80 രൂപയാണ് എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് എക്സാമ്പിൾ ആയിട്ട് സങ്കല്പിക്കുക. അപ്പോ എൻട്രി പോയിന്റ് 100ഉം സ്റ്റോപ്പ് ലോസ് 80ഉമായ ഇവിടെ എന്റെ റിസ്ക് എന്നുള്ളത് 20%. അപ്പോ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന റിസ്ക് എന്നുള്ളത് 15%. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രേഡ് എനിക്കുള്ളതല്ല. എന്നാൽ ഈ എൻട്രി പോയിന്റ് 100 രൂപ എന്നിരിക്കെ, എക്സാമ്പിൾ മാത്രം, എൻട്രി പോയിന്റ് 100 രൂപ എന്നിരിക്കെ എന്റെ റിസ്ക് എന്ന് പറയുന്നത് 15 രൂപയാണ്. അഥവാ 15% എന്നുള്ളത് 15 രൂപയാണ്. അപ്പോ സ്റ്റോപ്പ് ലോസ് 85നും താഴെ വരുന്ന ഒരു ട്രേഡും എനിക്കുള്ളതല്ല. 85ന് മുകളിലേക്ക് വരുന്ന 87 ആവാം, 89 ആകാം, 90 ആവാം, 95 ആവാം, 99 രൂപ സ്റ്റോപ്പ് ലോസ് വരുന്നതാകാം. അപ്പോ എൻട്രി പോയിന്റിൽ നിന്നും ഞാൻ ഡിസൈൻ ചെയ്ത റിസ്കിനേക്കാൾ കൂടുതൽ വരുന്ന ഒരു ട്രേഡും എനിക്കുള്ളതല്ല. എന്നാൽ ഇപ്പോ എൻട്രി പോയിന്റ് 100 രൂപയാണ്, സ്റ്റോപ്പ് ലോസ് 90 രൂപയാണെന്നിരിക്കെ ഈ ട്രേഡ് എനിക്ക് ധൈര്യമായിട്ട് എടുക്കാം. കാരണം ഇത് റിസ്ക് എന്നുള്ളത് 10% അഥവാ 10 രൂപയാണ് ഇതിന്റെ റിസ്ക് എന്നുള്ളത്. എന്റെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി എന്നുള്ളത് 15%. അപ്പോ ഒരു ട്രേഡിന് എന്റെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയേക്കാൾ കുറവേ ഈ ട്രേഡിൽ ലോസ് വരൂ എന്നാണെങ്കിൽ ഈ ട്രേഡ് എനിക്ക് എടുക്കാം. എന്നാൽ ഇത് 84 രൂപയാണ് ഇതിന്റെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഇവിടെ 16% റിസ്ക് വരുന്നുണ്ട്. ഇത് എന്റെ 15നേക്കാൾ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ട്രേഡ് എനിക്കുള്ളതല്ല. ഇതായിരിക്കണം നമ്മുടെ ഡിസിഷൻ. അല്ലാതെ അങ്ങനെയാണെങ്കിൽ ഈ 100 രൂപയ്ക്ക് എൻട്രി എടുക്കുന്നു, എന്റെ സ്റ്റോപ്പ് ലോസ് 15, അഥവാ എന്റെ റിസ്ക് 15 ആണെങ്കിൽ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് 85 വെച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അത് സാധാരണ ബാക്കിയുള്ള 90% ആളുകളുടെയും ട്രേഡിംഗ് രീതിയാണ്. അത് നമുക്കുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്, മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടിന്റെ ലോ ആണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഹൈ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിന് ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റോപ്പ് ലോസ് മാറ്റി കൊടുക്കാൻ സാധിക്കില്ല. നിശ്ചയിക്കുന്ന സ്റ്റോപ്പ് ലോസ്, കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ബിഗ് ക്യാൻഡലുകളുടെ ആണെങ്കിലും ക്ലോസിംഗ് റേഞ്ചിന്റെ ആണെങ്കിലും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ സാധാരണഗതിയിൽ നമുക്കൊരു 60-70% ആക്യുറസിയോട് കൂടി അവരെ റെസ്പെക്ട് ചെയ്യാറുണ്ട് മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോ പറഞ്ഞു വന്നത് എന്തോ സാറേ, സ്പീഡ് ഒന്ന് കുറച്ചാലേ, ഈ സാറിന്റെ ഈ തൊണ്ടയുടെ പ്രോബ്ലം കണ്ടിന്യൂസ് സ്പീഡിൽ ഇങ്ങനെ വരുമ്പോഴാണ് പറ്റുന്നത്. സ്പീഡ് കുറച്ച് നിർത്തി ഒന്ന് പറഞ്ഞാൽ മതി. നിർത്തി പതുക്കെ പറഞ്ഞാൽ മതി. ഓക്കെ. എന്നാൽ ഇന്നൊരു ദിവസം ഞാൻ നിങ്ങളെല്ലാവരെയും കിട്ടുന്നു, വേറെ വഴിയില്ല. കാരണം ഇന്നൊരു ദിവസം എന്നെ സംബന്ധിച്ചോളം ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ പകല് മുഴുവൻ നാളെ വൈകുന്നേരം പിന്നെ ക്ലാസ്സിലേക്ക് വരും. അപ്പോ ഇത് ഇന്ന് തീർക്കണമെങ്കിൽ ഈ ഒരു സ്പീഡിലെങ്കിലും പോയാലേ ഒരു 8:45 8:45 9 മണിക്കെങ്കിലും ഈ ടോപ്പിക് തീർത്തിരിക്കണം. കുറെ ദിവസമായി ഇതിന്റെ പുറകെ. മാത്രമല്ല ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. ഇന്ന് പല സ്ക്രീൻഷോട്ടുകളും പല മെസ്സേജുകളും കണ്ടു. അപ്പോ ഹെൽത്ത് അത് 2 ദിവസം ഞാനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചിരിക്കാം. പക്ഷേ ക്യാപിറ്റൽ അത് 2 ദിവസം ഞാൻ ശ്രമിച്ചാൽ മാത്രം പോരാ. എന്റെ ക്യാപിറ്റൽ കാര്യമല്ല. അപ്പോ നമ്മളുടെ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചുറപ്പിക്കേണ്ടത് എന്റെ ഒരു ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസ് ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് എന്റെ കൈകളിലല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചത്. മാർക്കറ്റാണ് എന്റെ സ്റ്റോപ്പ് ലോസ് ഡിസിഷൻ തീരുമാനിക്കുന്നത്. ആ സ്റ്റോപ്പ് ലോസ് എന്റെ ക്യാപിറ്റൽ മാനേജ്മെന്റിനും റിസ്ക് മാനേജ്മെന്റിനും സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ ആ ട്രേഡ് ഞാൻ എൻട്രി എടുക്കൂ എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഭാഗത്തിന് എടുക്കുന്ന തീരുമാനം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ഒരു ട്രേഡിൽ എത്രത്തോളം റിസ്ക് എടുക്കാമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു. ആ റിസ്ക് ആണ് ഓരോ ഓപ്പർച്യൂണിറ്റി എങ്കിലും ഞാൻ അത് എടുക്കാവുള്ളൂ. എന്നാൽ ഇപ്പൊ രാവിലെ ഞാൻ ഒരു ട്രേഡ് എടുത്തു, ആ ട്രേഡ് എന്റെ റിസ്ക് മാനേജ്മെന്റിന് സൂട്ടബിൾ ആണ്, ഞാൻ ട്രേഡ് എടുക്കുന്നു. അതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, പക്ഷേ എന്റെ റിസ്കിനേക്കാൾ കൂടുതലാണ് ആ ട്രേഡ് എങ്കിൽ ആ ട്രേഡിനെ ഞാൻ അവോയ്ഡ് ചെയ്യാൻ തന്നെ പഠിക്കണം. കാരണം ഇവിടെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ഈ ഒരു ട്രേഡിൽ കുറച്ച് റിസ്ക് കൂടുതലായാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വന്നാൽ നമ്മൾ പിന്നെ ഇമോഷണലി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളായി മാറും. നമ്മുടെ ഇമോഷൻസിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്ഥാനവുമില്ല നമ്മൾ കണ്ടു തന്നെയാണ്. സിസ്റ്റം, ഡിസിപ്ലിൻ, ഇത് രണ്ടുമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ സക്സസ് ആക്കുന്നത്.
അപ്പോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിനോട് സിസ്റ്റം നമ്മളൊന്ന് ഡിസൈൻ ചെയ്താൽ എന്റെ ക്യാപിറ്റലിനെ ഞാൻ 6 ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 8 ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 5 ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 12 ഡിവൈഡ് ചെയ്യുന്നു. സിസ്റ്റം ഞാൻ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഡിസിപ്ലിനോട് കൂടി അത് ഫോളോ ചെയ്യുക തന്നെ വേണം. എന്റെ ക്യാപിറ്റൽ 16,000 ഞാൻ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിൽ 15% അഥവാ 2,400 ഞാൻ എന്റെ മാക്സിമം എന്റെ റിസ്ക് എടുക്കുന്നത്. ഈ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആസ് എ ട്രേഡർ എന്നുള്ള രീതിയിൽ സക്സസ് ആവാനുള്ള ഏക മാർഗം. അപ്പോ ക്യാപിറ്റൽ മാനേജ്മെന്റും ഈ ഇൻട്രാഡേയിലുള്ള ഈ റിസ്ക് മാനേജ്മെന്റും ഏകദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ മാത്രം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളാം. ഇത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകും. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സംശയവും ഞാനിപ്പോ എടുക്കില്ല. ഈ ഒരൊറ്റ ടോപ്പിക് ഈ പ്രൊഫഷണലായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നവർ ഇൻട്രാഡേയുടെ ക്യാപിറ്റൽ മാനേജ്മെന്റും അതിനകത്തുള്ള റിസ്ക് മാനേജ്മെന്റും മാത്രമേ ഇപ്പൊ എടുക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ഇപ്പൊ ചോദിച്ചാൽ പോലും ഞാൻ വേണ്ടി കമ്പിളിപ്പുറത്തൊന്നും പറഞ്ഞു. നമ്മള് പ്രൊഫഷനായിട്ട് എടുത്തു കഴിഞ്ഞ് നമ്മുടെ ഇച്ചിരി നമുക്ക് സ്കിൽഡ് ആയിന്ന് വെക്ക്. സ്കിൽഡ് ആയി കഴിയുമ്പോ നമ്മൾ ഈ ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം അല്ലെ? പാടില്ല. അതായത് സ്കിൽഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഇതിൽ വേരിയേഷൻ വരുത്താം. അതായത് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞത് 40% എന്നുള്ളതും അതുപോലെ തന്നെ ക്യാപിറ്റൽ 6 ഡിവൈഡ് ചെയ്യുക എന്നുള്ളതും അത് വേരിയേഷൻ വരുത്താം. അത് ആ സമയത്തുള്ള നമ്മുടെ ക്യാപിറ്റലും നമ്മളുടെ കഴിവും അനുസരിച്ച്. കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ കഴിവ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതെങ്കിൽ സ്കിൽഡ് ആയി കഴിയുമ്പോൾ ഇൻട്രാഡേ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്രമാത്രം സക്സസ് റേഷ്യോ ഉണ്ട് അതനുസരിച്ചാണ് ഇതിന്റെ എമൗണ്ട് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ എന്റെ കയ്യിലുള്ള ക്യാപിറ്റലിന് ഞാൻ ഒരു 40% ഇതിലോട്ട് ഇട്ടു. അതൊരു 2 ലക്ഷം രൂപയാണ് 40%. ഞാൻ ഇനീഷ്യലി എടുക്കുന്ന ട്രേഡുകളിൽ ഞാൻ 10,000 25,000 വെച്ചിട്ട് ഞാൻ സ്കിൽ ആവുന്നത് വരെ അങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. ഒരു ലോട്ട് വെച്ച് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്കിൽ ആയതിനു ശേഷം നമ്മളിപ്പോ ലോട്ട് സൈസ് കൂട്ടിയെടുക്കുന്നു. അപ്പൊ എന്റെ ഈ 2 ലക്ഷം തന്നെയാണ് ഈ ഇൻട്രാഡേക്ക് ഞാൻ മാറ്റി വെച്ചേക്കുന്ന ക്യാപിറ്റൽ എങ്കിൽ ഇതുപോലെ അല്ലല്ലോ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഒരു ലോട്ട് സൈസ് കൂട്ടിയെടുക്കുമ്പോൾ അതിന്റെ ക്യാപിറ്റലിൽ വേരിയേഷൻ വരത്തില്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ആ വേരിയേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ചോദിക്കണം, ഇൻട്രാഡേയിൽ ഞാനൊരു 10 ട്രേഡ് എടുത്താൽ എത്രത്തോളം എനിക്ക് സക്സസ് റേഷ്യോ ഉണ്ട്. ഇതൊരു 3 മാസക്കാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എനിക്ക് എത്ര ശതമാനം സക്സസ് റേഷ്യോ ഉണ്ട്. ഈ സക്സസ് റേഷ്യോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 70-80% സക്സസ് റേഷ്യോ ഉണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ മാനേജ്മെന്റ് നമുക്ക് വർദ്ധിപ്പിക്കാം. 40% എന്നുള്ളത് ഈ 6 ഡിവൈഡ് ചെയ്യണമെന്നില്ല, 3-4 ഡിവൈഡ് ചെയ്യാം. കാരണം അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി കൂടി കിട്ടും. എന്നാൽ സക്സസ് റേഷ്യോ ഒരു 70% താഴെ 50% ഇടയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ഫോളോ ചെയ്യാവും. എന്നാൽ സക്സസ് റേഷ്യോ 50% അല്ലെങ്കിൽ 60% കഷ്ടിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും 6 ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്ന രീതിയിൽ ഈ ക്യാപിറ്റലിനെ വീണ്ടും 8-10 കൂട്ടി ഡിവൈഡ് ചെയ്യണം. അതായത് സക്സസ് റേഷ്യോ കുറയും തോറും നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി എടുക്കുന്ന ട്രേഡുകളുടെ ക്വാണ്ടിറ്റി കുറച്ച് വരണം. സക്സസ് റേഷ്യോ കൂടുന്തോറും ക്വാണ്ടിറ്റി കൂട്ടാൻ കഴിയും. അല്ലെ സക്സസ് റേഷ്യോ കൂടിയിട്ടേ ക്വാണ്ടിറ്റി കൂട്ടാവും. ഓക്കെ സാറേ, ഇവിടെ വേറെ ഡൗട്ട്. ഇപ്പൊ നമ്മൾ ഒരു ഇനിഷ്യൽ സ്റ്റേജ് വരുമ്പോൾ 10,000 രൂപ ക്യാപിറ്റൽ നമ്മൾ പറയുന്നത്, അങ്ങനെ ഒരു സ്റ്റേജിൽ അതിന്റെ 40%നെ അതിന് 6 ഡിവൈഡ് വരുമ്പോൾ ഒരു ലെസ് എമൗണ്ട് മാത്രമേ ഉള്ളൂ ഇൻട്രാഡേയിലേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്റ്റോക്കിൽ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? 101 പ്രാവശ്യമാണ് നാളെ എഴുതിക്കൊണ്ട് ക്ലാസ് കയറിയത്. എന്റെ വൈസർ പോയായിരുന്നു. അത് പേഴ്സണലി വിളിച്ചിരുന്നു, പക്ഷെ സാറ് തിരക്കായപ്പോ പിന്നെ സൗണ്ട് വന്നോണ്ട് ഞാൻ പിന്നെ വിളിക്കായിരുന്നു. അതൊക്കെ സംബന്ധിച്ചു. ഇപ്പോഴത്തെ ഈ ടോപ്പിക്കിനാണ് 101 പ്രാവശ്യം ഇമ്പോസിഷൻ ഉണ്ടെന്നോ എന്താ പറയുക. അതായത് നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഈ ക്യാപിറ്റൽ മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും നമ്മൾ തുടക്കക്കാർക്കുള്ളതല്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു കരിയർ ആക്കുന്ന ഏത് കാലത്തിലാണോ അപ്പോഴേ ഫോളോ ചെയ്യുക. തുടക്കത്തിൽ 5,000-1000 വെച്ച് ട്രേഡ് ചെയ്യുക. ഈ ക്യാപിറ്റൽ ചിലപ്പോൾ മുഴുവൻ നഷ്ടപ്പെട്ടാലും നമുക്കൊന്നും തോന്നരുത്. ഈ രീതിയിലേ തുടങ്ങാവൂ. അവിടെ ക്യാപിറ്റൽ മാനേജ്മെന്റ് ബാധകമല്ല. ഒരു ലോട്ടൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ മതി നമുക്ക്. ഞാനൊക്കെ എത്ര പ്രാവശ്യം 5,000-10,000 എന്റെ അക്കൗണ്ട് കയറ്റിയിട്ടുണ്ടെന്നറിയോ? ഇന്ന് തീരും, ഇന്ന് 5,000 രൂപ കയറ്റും, അത് തീരും. നാളെ വൈകുന്നേരം നാളെ രാവിലെ ട്രേഡ് എടുക്കുന്നത് കൈയും കാലും വിറയ്ക്കും. ഈ സമയത്ത് വീണ്ടും 5,000-10,000 കയറ്റും. ഇത് തന്നെയായിരുന്നു പണി. ഓരോ ദിവസം കയറ്റിയാലും അപ്പൊ ഇന്ന് കയറ്റി എനിക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് ആകുമ്പോഴേക്കും ചിലപ്പോൾ 2,000 രൂപ ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് ട്രേഡ് കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് വീണ്ടും 3,000 കൂടെ കയറ്റും. നാളെ രാവിലെ ട്രേഡ് എടുക്കാൻ 5,000. ഇതായിരുന്നു തുടക്ക സമയത്തെ പണി. ഇതേ സക്സസ് ആവാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ക്യാപിറ്റലിനെ എനിക്ക് എന്റെ ട്രേഡുകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും ലോട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും എനിക്ക് ട്രേഡിംഗ് സക്സസ് റേഷ്യോ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡ് എടുക്കുമ്പോൾ അതിൽ എന്റെ ഒരു ഇമോഷൻസ് ഇല്ല. പ്രോഫിറ്റോ ലോസോ അതിന്റെ ഭാഗം.
അല്ലാതെ ആ പ്രോഫിറ്റ് വന്നു, ഈ ലോസ് വന്നു, ഇതൊന്നും എന്നെ സംബന്ധിച്ചില്ല. ആ ഡിസിഷൻ മാർക്കറ്റ് തരുന്ന അവസരം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ലോസ് ആവാം, പ്രോഫിറ്റ് ആവാം. നമ്മുടെ ലൈഫ് സ്റ്റേഷൻസ് എത്രയോ ലോസ് വന്നു. അപ്പോൾ തുടക്കത്തിൽ ഈ ക്യാപിറ്റൽ മാനേജ്മെന്റ് തുടക്കക്കാർക്കുള്ളതല്ല. തുടക്കത്തിൽ ചെറിയ ക്യാപിറ്റൽ, ഒറ്റ ലോട്ട് മാത്രം, അതിന്റെ പ്രോഫിറ്റോ ലോസോ അല്ല. അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രോഫിറ്റിന്റെ അത് അവിടെ നമുക്ക് ഒരു കുറച്ച് കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ പറഞ്ഞത്. ഇൻട്രാഡേയിൽ കിട്ടുന്ന പ്രോഫിറ്റ് അന്നൊന്ന് വിഡ്രോ ചെയ്യാൻ നമ്മൾ ശീലിക്കണം. അപ്പോൾ സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ സംശയം ഈ ഓപ്ഷൻസ് ചെയ്യുമ്പോഴേ സ്വാഭാവികമായിട്ടും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ആ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇപ്പൊ എനിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും പൈസ കിട്ടാറുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ലോസും ഉണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഇമോഷൻസ് നമ്മൾ ഇതാക്കുന്നതുകൊണ്ട് ലോസ്, റിക്കറിംഗ് ആയിട്ടുള്ള ലോസസ് വരുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരാറുണ്ട്. അപ്പോൾ ഇത് ഇക്വിറ്റിയിൽ മീൻസ് ഓപ്ഷൻസ് എടുക്കാതെ നമ്മളിപ്പോ അണ്ടർലൈങ്ങിനെ നോക്കിയിട്ടാണല്ലോ എന്തായാലും ട്രേഡ് എടുക്കുന്നത്. നമുക്ക് ഈ ഇക്വിറ്റിയിൽ പോയിട്ട് ഈ ചാർട്ട് നോക്കി നമുക്ക് എന്താ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു, എന്താ അതിന്റെ ചാർജസ് മാത്രം കൊടുത്താൽ മതിയാവുമല്ലോ. എന്തായാലും ആ സാധനം നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മുടെ കയ്യിൽ വരാൻ പോണത് ചെറിയ ചെറിയ പ്രൈസിന്റെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത്രയല്ലേ നമ്മുടെ കയ്യിൽ വരുള്ളൂ. അതൊരു അസറ്റായിട്ട് അവിടെ കിടക്കുകയും ചെയ്തോളൂ. അപ്പോൾ ഈ റിസ്ക് കുറേ കൂടെ കുറയ്ക്കാൻ കഴിയില്ലേ? അതായത് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് ഉപകരിക്കുമോ, അത് ഓപ്ഷൻസ് തന്നെ ചെയ്യുന്നതാണോ നല്ലത്? നെവർ ഓപ്ഷൻസ് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഏകദേശം 99%, കാരണം ഞാൻ എന്തെങ്കിലും കാരണവശാൽ വിട്ടു പോയിട്ടുണ്ടെങ്കിലുള്ളൂ. അതല്ലാതെ ഒരിക്കലും വിടാത്ത നമ്മുടെ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ നടക്കുന്ന പ്രധാന ടോപ്പിക്കുകളിൽ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ മാസ്റ്റേഴ്സ് ആയവൻ എങ്ങനെ പരിശീലിക്കണം എന്നുള്ളത്. നമ്മുടെ ഏറ്റവും അവസാന സെഷനിൽ നടക്കുന്ന ടോപ്പിക്കാണ്. ഏറ്റവും അവസാനം ഏകദേശം അത് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 1-2 ആഴ്ച ഒരു ട്രേഡ് പോലും എടുക്കാതെ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക മാത്രം ചെയ്യുക. അതായത് വാച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ക്യാൻഡലുകളും ക്ലോസിംഗ് റേഞ്ചുകളും സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യുന്നുണ്ടോ, ആ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിൽ കണക്കൂട്ടുക മാത്രം ചെയ്യുക. ഒരു കാരണവശാലും നമ്മൾ പേപ്പർ ട്രേഡ് എടുക്കാനോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ട്രേഡ് എടുക്കാനോ ഒന്നും നിൽക്കരുത്. മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. ഇപ്പൊ ഉദാഹരണം ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇൻട്രാഡേ എക്സാമ്പിൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്, അല്ല ഇന്നത്തെ ഓപ്പർച്യൂണിറ്റിയോ കാര്യങ്ങളൊന്നും അല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രാഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ വലിയ റെസിസ്റ്റൻസിലാണ്. മാർക്കറ്റിന് തിരിച്ചു കയറാൻ പറ്റുന്നില്ല. എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്. തിരിച്ചു കയറാൻ പറ്റുന്നില്ല. ഇത്രയും ക്യാൻഡിൽ വന്നപ്പോൾ ഇവിടുന്ന് എനിക്കൊരു പുട്ട് ഔട്ടിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ചിന്ത, അവിടെ എനിക്ക് ട്രേഡ് എടുക്കാമായിരുന്നല്ലോ എന്നുള്ള ചിന്ത, ഇവിടം വരെ ടാർഗറ്റ് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കാമായിരുന്നല്ലോ എന്നുള്ള ചിന്ത, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സക്സസ് ആകുന്നുണ്ട്, അതായത് ഇവിടെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, ഈ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ നോക്കേണ്ടത്. ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതൊരു പേപ്പർ ട്രേഡ് ആയിട്ട് എടുത്തു നോക്കുക. അതായത് ആദ്യമൊന്നും അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല നോക്കേണ്ടതായിട്ട് 1-2 ആഴ്ച. അവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്, ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാൻ എനിക്കൊരു മനസ്സിലൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു, ഈ സിസ്റ്റം മാർക്കറ്റിൽ അപ്ലിക്കബിൾ ആണ്, വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ ഇത്തരം കാര്യങ്ങളാണ് ആദ്യത്തെ 1-2 ആഴ്ച നോക്കേണ്ടത്. അതിനുശേഷം അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് വരും, ഈ സപ്പോർട്ടും റെസിസ്റ്റൻസുകളൊക്കെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതനുസരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു പേപ്പർ ട്രേഡിംഗ് ആയിട്ട് അപ്ലിക്കേഷൻ യൂസ് ചെയ്യാതെ നമ്മൾ പേപ്പർ ട്രേഡിംഗ് ആയിട്ട് എടുക്കുക. പേപ്പർ ട്രേഡിംഗ് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഡിജിറ്റ് കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വരും. അതായത് ഈ ഒരു ട്രേഡിന്റെ റിസൾട്ട് ഇത്ര പോസിറ്റീവ് അല്ലെങ്കിൽ ഇത്ര ലോസ് എന്നുള്ള രീതിയിൽ ഡിജിറ്റ് കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും. ഈ ട്രേഡ് എടുക്കുമ്പോൾ എനിക്ക് ഇത്ര പ്രോഫിറ്റ് വന്നു, ഇത്ര ലോസ് വന്നു. അവിടെ നമ്മളൊരു 60 to 70% സക്സസ് റേഷ്യോ, അതായത് ഞാൻ എടുക്കുന്ന 10 ട്രേഡിൽ 6 പ്രോഫിറ്റിൽ എത്താൻ പറ്റുന്നുണ്ട്, ബാക്കി 4 ലോസ് വന്നപ്പോഴും ആ ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സക്സസ് റേഷ്യോ ആയതിനു ശേഷം സാറ് പറഞ്ഞ ഇക്വിറ്റി ഏകദേശം 500-1000 ഒക്കെ ഉള്ള വിലയുള്ള സ്റ്റോക്കുകളിൽ 1-2 സ്റ്റോക്ക് മാത്രം വാങ്ങി വിറ്റും പ്രാക്ടീസ് ചെയ്യാം. കാരണം ആദ്യം നമ്മളിവിടെ പേപ്പർ ട്രേഡിംഗിലേക്ക് പോകുമ്പോൾ അവിടെ ഡിജിറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മളെ സപ്പോർട്ട് സഹായിക്കാൻ വരുമെങ്കിൽ കൂടി അത് റിയൽ മണി അല്ലാത്തത് കൊണ്ട് തന്നെ ഇമോഷൻസ് അവിടെ ഉണ്ടാവില്ല. ഇമോഷൻസ് ഇല്ലാതെ നമ്മൾ ചുമ്മാ അത് ഒരു എന്താ പറയുക, അവിടെ എത്ര പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും നമ്മൾ ഫിസിക്കലി, അതായത് നമ്മുടെ വെൽത്തിനെ ബാധിക്കാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് സക്സസ് ആയിട്ട് കാണാൻ പറ്റില്ല. എന്നാൽ ഇക്വിറ്റി മാർക്കറ്റിൽ 1-2 സ്റ്റോക്ക്, ഇപ്പൊ എക്സാമ്പിൾ ഇന്ന് ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ SBI, അതുപോലെ തന്നെ ഏതെങ്കിലും ഇപ്പൊ ട്രെൻഡ് ഇതുപോലത്തെ സ്റ്റോക്കുകളൊക്കെ, ഏത് സ്റ്റോക്ക് ആട്ടെ, ഞാൻ ജസ്റ്റ് പേര് പറഞ്ഞു, 1-2 സ്റ്റോക്ക് കൂടി പോയി 2000 അല്ലെങ്കിൽ 3000 നമുക്ക് ക്യാപിറ്റൽ വരും ഒരു ട്രേഡ് എടുക്കാനായിട്ട്. അതിന്റെ പ്രോഫിറ്റോ ലോസോ നോക്കാനല്ല,
ഇത് എനിക്ക് സക്സസ് ആയിട്ട് സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന പോലെ 1-2 സ്റ്റോക്ക് മാത്രം എൻട്രി എക്സിറ്റ് ചെയ്ത് ശീലിക്കുക. അവിടെ സക്സസ് ആയ പോലെ, അതുപോലെ 60% 70% ട്രേഡുകളും എനിക്ക് സക്സസ് ആക്കാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഓപ്ഷൻസിലേക്ക് കടക്കാവൂ, ഒരു ലോട്ട് മാത്രം. കാരണം മാർക്കറ്റിനെ വാച്ച് ചെയ്തപ്പോഴും പേപ്പർ ട്രേഡ് ചെയ്തപ്പോഴും ഇക്വിറ്റി ട്രേഡ് ചെയ്തപ്പോഴും നമ്മൾ സക്സസ് ആണെങ്കിൽ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 1-2-3 ആഴ്ച ചിലപ്പോൾ അത്ര ഫെയിലർ ആവും. കാരണം അവിടെ ഒന്നും ഈ ഓപ്ഷൻസിന്റെ ആ ഒരു ഗ്രീക്കും അതുപോലെ തന്നെ മെൽറ്റിംഗും ഒന്നും ബാധിക്കുന്നില്ല. അപ്പോ അത് മാത്രമല്ല, ഈ ഓപ്ഷൻസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കയറി ഇറങ്ങുന്നത് പോലെ ഒരിക്കലും ഇക്വിറ്റിയിലൊന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് കയറി ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആയിരിക്കും. പക്ഷെ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മുടെ ബാക്കി എല്ലാ ഡിസിഷൻസിനെ മറികടക്കും നമ്മുടെ ഇമോഷൻസ്. കാരണം പിന്നെ ഇമോഷൻസ് ആയിരിക്കും കുറച്ച് ദിവസം മറക്കില്ല. അവിടെയും ഒരു ലോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഈ ഓപ്ഷൻസിൽ തുടങ്ങുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന ക്യാപിറ്റല് നമ്മളുടെ വിതയ്ക്കുന്ന വിത്താണ്, അഥവാ സീഡാണ്. ആ സീഡിൽ നിന്ന് നമ്മൾ റിട്ടേൺ പ്രതീക്ഷിക്കാം, പക്ഷെ അതില്ലാതെ പോയേക്കാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലോട്ട് മാത്രം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക. അവിടെയും 60-70% സക്സസ് റേഷ്യോ ആയതിനു ശേഷം മാത്രമേ പതുക്കെ പതുക്കെ ക്യാപിറ്റൽ വളർത്തിക്കൊണ്ടുവരാവൂ. പേപ്പർ ട്രേഡ് എന്താണ് നമ്മള് പേപ്പർ ട്രേഡ് എക്സാമ്പിൾ അത് തന്നെ പേപ്പറിൽ നോട്ട് ചെയ്തു. ഞാനിപ്പോ എക്സാമ്പിൾ ഇവിടുന്ന് ഒരു എക്സാമ്പിൾ എത്രയാണ് 22,030 താഴെ വന്നപ്പോൾ ഞാനൊരു പുട്ട് ഓപ്ഷൻ 22,000 പുട്ട് ഓപ്ഷൻ എടുത്തു. അതിന്റെ പ്രീമിയം ഇത്ര എക്സാമ്പിൾ ആണ്. അത് ഇവിടെ എത്തിയപ്പോൾ 22,970 എത്തിയപ്പോൾ ഞാനത് എക്സിറ്റ് ചെയ്തു. അതിന്റെ പ്രീമിയം എനിക്കപ്പോ 110 രൂപ. അപ്പൊ 10 രൂപ പ്രോഫിറ്റ് കിട്ടി. ഇത്ര രൂപ എന്റെ പ്രോഫിറ്റ് നോട്ട് ചെയ്ത് വെക്കുന്നതിനാണ്, എഴുതി വെക്കുന്നതിന് പേപ്പർ ട്രേഡ് എന്ന് പറയുന്നത്. അതിപ്പോ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് പേപ്പറായിട്ട് തന്നെ എഴുതി വെക്കുകയും ചെയ്യാം. ഇതിനാണ് പേപ്പർ ട്രേഡ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ സാറേ. പറഞ്ഞു. സാറേ, നേരത്തെ സാറ് പറഞ്ഞ ആ ഒരു റിസ്ക് മാനേജ്മെന്റ് ഇത് പറയുകയാണെങ്കിൽ 100 രൂപയുള്ള പ്രീമിയം ഏകദേശം പറയണം 100 രൂപ 20 രൂപയാണ് നമ്മുടെ ലോസ് എടുക്കാൻ പറ്റുന്നതെങ്കിൽ 80 രൂപ വന്നു കഴിഞ്ഞാൽ മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ 20 രൂപയുടെ റേഞ്ചിൽ വന്നാൽ മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞു. അതായത് അത് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രേഡിന്റെ നമുക്ക് എക്സാമ്പിൾ 22,130 ബ്രേക്ക് ചെയ്താലാണ് നമ്മളുടെ കോൾ ഓപ്ഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എങ്കിൽ അതിന്റെ സ്റ്റോപ്പ് ലോസ് 22,100 ആണ് എങ്കിൽ എക്സാമ്പിൾ മാത്രം. അപ്പോൾ എൻട്രി എടുക്കേണ്ടത് 22,130 മുകളിലാണ് എൻട്രി എടുക്കേണ്ടത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് എത്രയാണ്? 100. ഇത് പ്രീമിയം 100ഉം അതുപോലെ തന്നെ ഇതിന്റെ കോൾ ഓപ്ഷന്റെ പ്രീമിയം 100ഉം അതിന്റെ സ്റ്റോപ്പ് ലോസ് 85ഉം ആയിരിക്കും എന്ന് സങ്കല്പിക്കുക. അപ്പോ ഇത് എത്ര പെർസെന്റേജ് ആണ് ഈ റിസ്ക് എന്നുള്ളത്? 15% അല്ലെ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പോ ഈ 15% നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന റിസ്ക് ആണോ നോക്കുക. ഞാൻ 10% റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ ഇത് 15% റിസ്ക് ഉണ്ട്. ഈ ട്രേഡ് അഥവാ ഇവിടുന്ന് എൻട്രി ഈ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് എനിക്ക് സൂട്ടബിൾ അല്ല, ഈ ട്രേഡ് ഞാൻ എടുക്കരുത്. അപ്പൊ കുറച്ചും കൂടെ കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഉള്ള ട്രേഡ് കിട്ടുകയാണെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കുക എന്നുള്ളതല്ല അർത്ഥം. ഈ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് 22,100 എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ സപ്പോർട്ടിന്റെ ലോ ആയിരിക്കും അത്. അപ്പോ അവിടെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റൂ. സ്റ്റോപ്പ് ലോസ് ഒരിക്കലും നമ്മുടെ സൗകര്യത്തിന് കയറ്റി വെക്കരുത്. അത്തരം ഓപ്പർച്യൂണിറ്റി എന്റെ റിസ്കിനുള്ളിൽ കിട്ടുന്ന ട്രേഡ് ആണെങ്കിൽ മാത്രമേ എടുക്കാവൂ. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആ നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് ഇടാവോ? 5 മിനിറ്റ്സ്. ഓക്കെ സാറേ, നിഫ്റ്റിയില് മോർണിംഗിലെ ഓപ്പണിംഗ് റേഞ്ച് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെറിയ രീതി ബ്രേക്ക് ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി. നമുക്ക് അവിടെ പുട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല, കാരണം താഴെ റെസിസ്റ്റൻസ് കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വലുതുമാണ്. അപ്പം മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 31 പോയിന്റ് റേഞ്ച് വരെ ഹൈന്ന് മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട് താഴേക്ക് ബ്രേക്ക് ആയിട്ട്. അപ്പൊ മുകളിൽ കഴിയുമ്പോൾ അവിടുന്ന് 30 പോയിന്റ് റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ അവിടുന്ന് വീണ്ടും താഴേക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാൻ പാടില്ല എന്നാണ് ഒരു സംശയം. എടുക്കാം, അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. അതായത് ഇവിടുന്നുള്ള പുട്ട് ഓപ്ഷൻ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെങ്കിൽ ഈ റിസ്ക് നമുക്ക് സ്യൂട്ടബിൾ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചു കയറുമ്പോൾ ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുമ്പോൾ ഈ റിസ്ക് നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുക്കാം. റിട്ടേൺ കയറി വന്നു കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ആണെങ്കിലും റെസിസ്റ്റൻസ് ആണെങ്കിലും നമ്മുടെ റിസ്കിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എടുക്കാം. അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എടുക്കാം. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ അത് മാത്രമല്ല, രാവിലെ തന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണ്.
കാരണം ഈ രാവിലെ മാർക്കറ്റ് ഇവിടെ വന്ന് തിരിച്ചു കയറിയപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു, കാരണം ചെറിയ സ്റ്റോപ്പ് ലോസിലാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതാണ്, അതായത് മാർക്കറ്റിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്, കാരണം ആൾറെഡി പഴയ റെസിസ്റ്റൻസ് ഉണ്ട്, ഓപ്പണിംഗ് റേഞ്ചിന്റെ റെസിസ്റ്റൻസ് കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസ് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം. ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റിസ്ക് മാനേജ്മെന്റിന് സൂട്ടബിൾ ആയിട്ടുള്ള റിസ്ക് ആണെങ്കിൽ ട്രേഡ് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ബ്രേക്ക്ഔട്ട് ആയി എന്നുള്ളതിൽ കാര്യമില്ല, അത് തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ റിസ്കിലേക്ക് വന്നാൽ എടുക്കാം. ഓക്കെ, ഇവിടെ ബ്രേക്ക്ഔട്ടിന്റെ കാര്യം ഇവിടെ ഡിസ്കഷൻ വരുന്നില്ല. ഇവിടെ നമ്മുടെ ഡിസ്കഷൻ മൊത്തം പറഞ്ഞു സാറേ. സാറേ, ഇന്ന് മിഡ് ക്യാപ്പിലെ നമ്മള് 15 മിനിറ്റിൽ ലോ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മളെടുത്ത്, അല്ലെങ്കിൽ ആക്കി മുന്നെടുത്തോ മിഡ് ക്യാപ്പില്? അത് വരാൻ സാറേ, നമുക്ക് ഈ ക്യാപിറ്റൽ മാനേജ്മെന്റ് ഒന്ന് തീർക്കട്ടെ, ഇതിലേക്ക് വരാം. അപ്പൊ അജിത് സാറ് പറഞ്ഞു വന്നത്, എവിടെ ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്തോ ബ്രേക്ക് ചെയ്തില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ടോപ്പിക്കിന്റെ ഭാഗമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഇപ്പോഴത്തെ ടോപ്പിക്കിന്റെ ഭാഗം, ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം കൂടുതലാണ്. അതുകൊണ്ട് ഇതെന്റെ റിസ്ക് മാനേജ്മെന്റിന് സൂട്ടബിൾ അല്ല. എന്നാൽ തിരിച്ചു കയറിയപ്പോൾ ഈ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളത്, ഈ ദൂരത്തിന്റെ അത്രയും ഇല്ല ഈ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം, ഇത് എനിക്ക് സൂട്ടബിൾ ആണെങ്കിൽ ഈ പുട്ട് ഓപ്ഷൻ ഞാൻ എടുക്കാം. ഇതാണ് റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ സാർ, ക്ലിയർ ആയി. അപ്പോ നമ്മൾ ഇപ്പൊ കണ്ടുവന്നത് ഇൻട്രാഡേക്കായിട്ട് എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടി കണ്ടെത്താം എന്നുള്ളത്, അത് ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. എങ്ങനെ ഇൻട്രാഡേ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്താം, അതായത് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എങ്ങനെ കണ്ടെത്താം. മറ്റുള്ളവരുടെ ഓപ്പർച്യൂണിറ്റിയുടെ പുറകെ നമ്മൾ പോകണ്ട, അത് നമുക്ക് സൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. കാരണം നമ്മുടെ ക്യാപിറ്റൽ നമുക്കേ അറിയൂ, നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റുന്നു നമുക്കറിയാം, മറ്റൊരാൾക്ക് അറിയില്ല. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ നമ്മുടെ റിസ്ക്കുമാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള റിസ്ക് ഉള്ള ട്രേഡുകളെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാവൂ, മറ്റൊരാളുടെ ട്രേഡ് നമുക്കുള്ളതല്ല. ഇതാണ് ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിന്റെ ആദ്യ ഭാഗം. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിൽ ഇൻട്രാഡേ ആണ് നമ്മൾ കണ്ടത്. ഇൻട്രാഡേക്കായിട്ട് എങ്ങനെയാണ് മാർക്കറ്റിനെ സമീപിക്കേണ്ടതെന്നാണ് കണ്ടത്. ഇനി അങ്ങോട്ട് എല്ലാം ഇതിന്റെ കുറെ ഭാഗങ്ങൾ തന്നെ വരും. അപ്പൊ ബാക്കിയുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ 40% ടോട്ടൽ ക്യാപിറ്റലിന്റെ 40% മാക്സിമം ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് ഒരാൾ ഉപയോഗിക്കാവും. മാക്സിമം, പരമാവധി, അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കരുത്. ബാക്കിയെല്ലാം ഡിപ്പെൻസ്, ഓരോരുത്തരുടെയും ക്യാപിറ്റലിനെയും ഓരോരുത്തരുടെയും ഈ എന്താ പറയുന്നത് സ്കില്ലിനെയും അനുസരിച്ച് ഇതിൽ വേരിയേഷൻ സംഭവിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രാഡേയിൽ അധികം സ്കില്ലില്ല, ഇൻട്രാഡേയിൽ എനിക്ക് അധികം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ടോട്ടൽ ക്യാപിറ്റലിന് 40% ഇൻട്രാഡേക്ക് ഉപയോഗിക്കരുത്. അത് അവനവൻ തീരുമാനിക്കണം എത്ര വേണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ അടുത്തത് ബാക്കിയുള്ള, അതായത് 40% എടുത്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള 60%ത്തിന്റെ പകുതി അഥവാ 30% എന്നുള്ളത് സ്വിംഗ് ട്രേഡിംഗ് അഥവാ ഷോർട്ട് ടൈം ട്രേഡിനായിട്ട് ഉപയോഗിക്കണം. സ്വിംഗ് ട്രേഡിംഗ്, ഷോർട്ട് ടൈം ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കണം. ബാക്കിയുള്ള 30%, ഈ 30%നെ 3 അല്ലെങ്കിൽ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മിനിമം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അത് മാക്സിമം എത്ര പോയാലും കുഴപ്പമൊന്നുമില്ല, 6 ആയിട്ട് ഡിവൈഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലൊരു പോർഷനെ ഒരു ട്രേഡിനായിട്ട് നമ്മൾ ഉപയോഗിക്കാവൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ്, എത്രത്തോളം റിസ്ക് എടുക്കാം എന്നുള്ളത് നമ്മൾ സ്വയം കണക്ക് നോക്കണം. ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ എനിക്ക് ഇത്ര പെർസെന്റേജ് റിസ്ക് ആവാം, എന്റെ ക്യാപിറ്റൽ ഇത്രയാണ് വരുന്നത്, ഇത്ര പെർസെന്റേജ് റിസ്ക് ആവാം, അതിനുള്ളിൽ നിൽക്കുന്ന ട്രേഡുകൾ എടുക്കാം. വീണ്ടും പറയുന്നു, ട്രേഡ്, അതിന്റെ ഓരോ ട്രേഡും എൻട്രി എടുക്കേണ്ടതും എക്സിറ്റ് ചെയ്യേണ്ടതും നമ്മളാണെങ്കിൽ പോലും മാർക്കറ്റ് നമ്മളുടെ റിസ്കിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവൂ. കണ്ണടച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് കീഴിൽ എടുക്കുന്നതോ അല്ല നമ്മളുടെ സക്സസ് തീരുമാനിക്കുന്നത്. കാരണം നമ്മളെ മക്കളെ നമ്മളെ വളർത്താവൂ. മറ്റൊരാൾ വളർത്തിയിട്ട് മക്കളെ നന്നായില്ല, മക്കൾ വഴിതെറ്റി പോയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ക്യാപിറ്റലിനെ, നമ്മളുടെ സ്വപ്നങ്ങളുടെ, നമ്മളുടെ ജീവിതം നമ്മളായിരിക്കണം ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോ സ്വിംഗ് ട്രേഡിംഗ് അഥവാ ഷോർട്ട് ടൈം ട്രേഡിംഗിനായിട്ട് നമ്മൾ ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ 30%, അതായത് ഇത് വേരിയേഷൻ വരുത്താം കേട്ടോ. ഇത് ചിലപ്പോൾ 30 എന്നുള്ള 40 ആക്കാം, ഇത് വേരിയേഷൻ വരുത്താം. പക്ഷെ ഇവിടെ 30 എന്നുള്ള ശരാശരിയാണ്. ഇൻട്രാഡേയിലേക്ക് വന്നപ്പോൾ അത് മാക്സിമം ആണ്. ക്യാപിറ്റലിന്റെ മാക്സിമം ആണ് 40% ഇൻട്രാഡേക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. പക്ഷേ സ്വിംഗ് ട്രേഡിംഗ്, ഷോർട്ട് ടൈം ട്രേഡിംഗിലേക്ക് വരുമ്പോൾ ഇത് ശരാശരിയാണ്. താഴേക്കോ മുകളിലേക്കോ ഒക്കെ കൊണ്ടുപോകാം. ശരാശരി 30% ആയിരിക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും വിശ്വസിക്കുന്നു. നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്, നമ്മൾ അനലൈസ് ചെയ്യണം. എനിക്ക് ഏത് സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സക്സസ് ആകാൻ കഴിയുന്നത്, എനിക്ക് കൂടുതൽ ഈ കൺഫ്യൂഷൻസ് ഇല്ലാതെ റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത്, എനിക്ക്
കൂടുതൽ സംതൃപ്തി നൽകുന്നത് ഏത് സെഗ്മെന്റ് ആണ്? ഇൻട്രാഡേ ആണോ, ഓപ്ഷൻ ചെയ്യുമ്പോഴാണോ, ഇക്വിറ്റി ചെയ്യുമ്പോഴാണോ, സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമ്പോഴാണോ, ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യുമ്പോഴാണോ? ആ ഏരിയയിൽ നമുക്ക് കൂടുതൽ സംതൃപ്തി നൽകുന്ന, കോൺഫിഡൻസ് നൽകുന്ന ഏരിയയിൽ കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുക. കോൺഫിഡൻസ് ഇല്ലാത്ത ഏരിയയിൽ ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് അവിടെ നമ്മൾ കോൺഫിഡൻസ് ആക്കാൻ പരിശ്രമിക്കുക. അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനല്ല പരിശ്രമിക്കുന്നത്, അവിടെ നമ്മൾ കോൺഫിഡൻസ് ആവാനും അവിടെ നമ്മൾ സക്സസ് ആവാനും പരിശ്രമിക്കുക, ചെറിയ ക്യാപിറ്റൽ ഉപയോഗിക്കുക. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് 30%, അതിന് 3 or 6 ആയിട്ട് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നേരത്തെ പറഞ്ഞ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നോക്കണം. ഞാൻ റിസ്ക് എടുക്കുന്നത് ഇത്ര ശതമാനമാണ്, ഇപ്പൊ 5% ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിൽ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ 5% ഒരു കാരണവശാലും മാറ്റം വരുത്തരുത്. പിന്നീട് ഈ റിസ്ക് മാനേജ്മെന്റും ക്യാപിറ്റൽ മാനേജ്മെന്റും നമ്മൾ മാറ്റം വരുത്തുന്നത് 3 or 6 മാസത്തിന് ശേഷം നമ്മുടെ ക്യാപിറ്റൽ എന്തെങ്കിലും വേരിയേഷൻ വരുമല്ലോ, ആ വേരിയേഷൻ വരുമ്പോഴാണ് വീണ്ടും റീവർക്ക് ചെയ്യേണ്ടത്. റീവർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് അടുത്തൊരു 3 അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഒരിക്കലും പൊളിച്ചെഴുതരുത്. ഒരു ട്രേഡിന് വേണ്ടി പൊളിച്ചെഴുതരുത്. വീണ്ടും പറയുന്നു, ഇതിൽ എന്തെങ്കിലും മാറ്റം നമ്മൾ താൽക്കാലികമായിട്ട് വരുത്തിയാൽ അതിന്റെ അർത്ഥം ഇമോഷണലി നമ്മൾ മാർക്കറ്റിനെ സമീപിക്കുന്നതാണ്. ഇമോഷൻ നമുക്ക് ഒരിക്കലും സക്സസ് കൊണ്ടുതരില്ല എന്ന് തിരിച്ചറിയാൻ കൊണ്ടുതരുന്നത് മുഴുവൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടിയുള്ള അപ്രോച്ചാണ് സക്സസ് കൊണ്ടുതരിക. ഈ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസിപ്ലിനോട് കൂടി അതിനകത്ത് നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. അപ്പോൾ ഷോർട്ട് ടൈം ട്രേഡിങ്ങിനും സ്വിംഗ് ട്രേഡിങ്ങിനും ഉപയോഗിക്കുന്ന ക്യാപിറ്റലിന് 3 or 6 ആയിട്ട് നമ്മുടെ രീതി അനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. ഒത്തിരി കുറയ്ക്കരുത്, 1, 2, 2 ആയിട്ടൊന്നും കുറയ്ക്കരുത്. മിനിമം 3 വേണം, മാക്സിമം 6 എന്നല്ല. അത് 8 ആയിട്ട് ഡിവൈഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ക്യാപിറ്റൽ അനുസരിച്ച്. അതിലും റിസ്ക് ഡിസൈൻ ചെയ്യാൻ ഒരു സംശയം വേണ്ട. ആ റിസ്കിനുള്ളിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. മറ്റൊരാളുടെ ട്രേഡ് നമുക്കുള്ളതല്ല, നമ്മളുടെ ട്രേഡ് മാത്രമാണ് നമുക്കുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ള ക്യാപിറ്റൽ 30% ക്യാപിറ്റലിനെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾക്കായിട്ട് കണക്കാക്കുക. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തീർത്തും ഒട്ടും എന്താ പറയുന്നത് മോശമാണെന്നോ റിട്ടേൺ കൊണ്ടുതരാത്തൊന്നും ചിന്തിക്കരുത്. നമ്മളൊക്കെ ഇപ്പൊ പലരും അനുഭവത്തിലുണ്ട്, 200-300% ക്യാപിറ്റൽ ഗ്രോത്ത് കിട്ടിയ കമ്പനികളൊക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്താൽ പോലും ഇയർലി നല്ലൊരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് പവർ ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, അതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് 30% നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് കരുതുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം അല്ല, ഇത് നമുക്ക് ശരാശരിയാണ്, വേരിയേഷൻ വരുത്താം. ഇത് 50% ഞാൻ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനാണ് കരുതുന്നത്, ബാക്കി 30% ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിന് കരുതുന്നു, 20% ഞാൻ ഇൻട്രാഡേക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഇതിൽ വേരിയേഷൻ വരുത്താം, പക്ഷെ മാക്സിമം ഇൻട്രാഡേ 40% അപ്പുറത്തേക്ക് പോകരുത്. അപ്പോൾ നമ്മൾ ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെ നമ്മളെ സംബന്ധിച്ചോളം ഒരു പ്രൊഫഷനായിട്ട് മാർക്കറ്റിനെ കാണുന്നവരാണ്. എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടുള്ളവർക്ക് ഇതല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമേ അല്ല ഈ സംസാരിക്കുന്നത്. അപ്പോൾ പ്രൊഫഷനായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് കരുതുന്ന ക്യാപിറ്റൽ 6 ആയിട്ട് മിനിമം ഡിവൈഡ് ചെയ്യണം, മാക്സിമം 15 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇങ്ങനെ പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിൽ, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മിനിമം 6 കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം. 6 കമ്പനികളിലെങ്കിലും മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം. മാക്സിമം 15 കമ്പനികളെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ തുടക്കത്തിൽ കാണാവൂ. അതല്ലെങ്കിൽ നമുക്ക് എംപ്ലോയീസ്, നമ്മുടെ കൂടെ നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ കമ്പനികൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടാവും. മീൻസ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് അറ്റ് എ ടൈം ഹോൾഡിംഗിൽ ഇരിക്കേണ്ട. അതുപോലെ നമ്മൾ ക്യാപിറ്റൽ ഡബിൾ ആയി കഴിയുമ്പോൾ നമ്മൾ വിട്ട് കളഞ്ഞ സ്റ്റോക്കുകളൊന്നും ഇതിനകത്ത് പെടുന്നതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈം, ഒരു 2 വർഷത്തിൽ എനിക്ക് ഈ ഫണ്ട് എമർജൻസി ഇല്ല, ഈ ക്യാപിറ്റൽ ഞാൻ ലോങ് ടൈമിനായിട്ട് കണക്കാക്കുന്നു. ഇത്തരം കാൽക്കുലേഷനോട് കൂടി എടുക്കുന്ന സ്റ്റോക്കുകളെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. 2 വർഷത്തേക്ക് ഈ ഫണ്ട് എനിക്ക് എമർജൻസി ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് ഒരല്പം റിസ്ക് ഉണ്ടെങ്കിൽ പോലും എനിക്ക് കാത്തിരിക്കാൻ കഴിയും എന്നുള്ള കാൽക്കുലേഷനുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഫണ്ടായിരിക്കണം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് കണക്കാക്കേണ്ടത്. ഒരു 2-3 മാസത്തേക്ക് കുറച്ച് ഫണ്ട് വരുന്നു, അത് എമർജൻസി ഒന്നും ഇല്ല, 2-3 മാസം കഴിയുമ്പോൾ കൊടുത്താൽ മതി എന്നുള്ള കാൽക്കുലേഷനോട് കൂടി ഒരിക്കലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങരുത്. മിനിമം 2 വർഷമെങ്കിലും കൈവശം വെക്കണം എന്നല്ല പറഞ്ഞത്, അത്രയും വർഷത്തേക്ക് നമുക്ക് എമർജൻസി ഇല്ലാത്ത ഫണ്ടാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കാഴ്ചപ്പാടിൽ ഒരു സ്റ്റോക്കിനെ സമീപിക്കാവൂ. അപ്പോ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറഞ്ഞത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് മിനിമം 6 കമ്പനികളെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അറ്റ് എ ടൈം ഉണ്ടായിരിക്കണം. കാരണം 1-2 സ്റ്റോക്കുകൾ പെർഫോം ചെയ്തില്ലെങ്കിൽ പോലും അടുത്ത 1-2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് കൊണ്ട് നമ്മുടെ അക്കൗണ്ട് പോർട്ട്ഫോളിയോ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് മിനിമം 6 കമ്പനികളെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണം. മാക്സിമം 15 കമ്പനികളെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകാവും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോർട്ട്ഫോളിയോ വളരുന്നത് അത് കൃത്യമായിട്ട് പരിപാലിക്കുമ്പോഴാണ്.
പോർട്ട്ഫോളിയോ വളരുന്നത് അത് കൃത്യമായിട്ട് പരിപാലിക്കുമ്പോഴാണ് അത് വളരുള്ളൂ. വെറുതെ വാങ്ങിയിട്ടത് കൊണ്ട് സ്റ്റോക്ക് ചിലപ്പോൾ ഗ്രോത്ത് ആകുമായിരിക്കും, പക്ഷെ പോർട്ട്ഫോളിയോ വളരണം എന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മുടെ കൈവശം അഥവാ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇരിക്കുന്ന സ്റ്റോക്കുകളെ നമുക്ക് നിരീക്ഷിക്കാൻ, അനലൈസ് ചെയ്യാൻ സാധിക്കണം. ഈ സ്റ്റോക്ക് ഇപ്പോൾ ഏത് കണ്ടീഷനിൽ ഇരിക്കുന്നു, ഈ സ്റ്റോക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണോ, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസിന് അടുത്തിരിക്കണോ, ഈ സ്റ്റോക്ക് ഇപ്പോൾ എക്സിറ്റ് ചെയ്യണോ, അതല്ല ഈ സ്റ്റോക്ക് നമ്മളിപ്പോ കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണോ. ഇങ്ങനെ ഓരോ സ്റ്റോക്കിനെയും, നമ്മുടെ കൈവശം ഇരിക്കുന്ന ഓരോ കമ്പനിയെയും നമുക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അനലൈസ് ചെയ്യുന്നതിനെയാണ് പരിപാലനം എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു കരിയർ ആക്കി നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇരിക്കുന്ന സ്റ്റോക്കുകളെ പരിപാലിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിച്ചേ പറ്റൂ. അപ്പോൾ അതിന് മാക്സിമം 15 കമ്പനികളൊക്കെ തുടക്കത്തിൽ പറ്റൂ. അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10, 30, 40 കമ്പനികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 8, 10 കമ്പനികൾ നോക്കും, പിന്നെ നമ്മൾ എന്തെങ്കിലും തിരക്കിലേക്ക് പോകും, പിന്നീട് വന്ന് നോക്കാൻ പറ്റാത്ത വരും. അപ്പൊ ചില സ്റ്റോക്കുകൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക്, മീൻസ് പരിപാലിക്കാത്ത. അത് എനിക്ക് നല്ലൊരു അനുഭവമുണ്ട്. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള മാസ്റ്റേഴ്സ് ക്ലബിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെമ്പറുടെ ഒരു എക്സ്പീരിയൻസ് പോലും ഉണ്ട്. 400-ലധികം കമ്പനികളാണ് പോർട്ട്ഫോളിയോ അയച്ചത്. എനിക്ക് അയച്ചത് ഇതൊന്ന് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഞാൻ എത്ര കാലം കൊണ്ട് എടുത്തിട്ട് തീർന്നത് 400 കമ്പനികളൊക്കെ നോക്കുന്നു. ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് അങ്ങ് എക്സിറ്റ് ചെയ്യുക, പ്രോഫിറ്റോ ലോസോ നോക്കണ്ട, ഇനി അതിനകത്ത് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ചെറിയ ഗ്രോത്ത് ഉണ്ട്. ചെറിയ ഗ്രോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം 10% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത് ഒരു കഴിഞ്ഞ 2 വർഷം കൊണ്ട് 18 20 ശതമാനത്തിന്റെ അടുത്ത് ഗ്രോത്ത്. പക്ഷെ 400 കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ നോക്കി തീരാനത്? അപ്പോൾ എപ്പോഴും മാക്സിമം ഒരു 15 കമ്പനികളൊക്കെ നമ്മുടെ തുടക്കകാലത്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവും. എന്നാൽ ക്യാപിറ്റൽ ഡബിളായി നമ്മൾ അതിന്റെ ഫ്രൂട്ട് എല്ലാം എടുത്തതിന് ശേഷമുള്ള കമ്പനികളാണെങ്കിൽ കുഴപ്പമില്ല. അത് എത്രയാവും അത് അവിടെ കിടന്നോട്ടെ എന്ന് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ മിനിമം 6 കമ്പനികളെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണം. മാക്സിമം 15 കമ്പനികളെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകാവൂ. ഇതാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്ക്. പിന്നെ അടുത്തൊരു കാര്യം കൂടെ, പ്രൊഫഷണൽ ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നവർ ഇൻട്രാഡേയിൽ നിന്നും സ്വിംഗ് ട്രേഡിംഗിൽ നിന്നും കിട്ടുന്ന വരുമാനം നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മറ്റ് എക്സ്ട്രാ കിട്ടുന്ന വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പതുക്കെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്ക് കയറ്റിക്കൊണ്ടുവരണം. അതായത് ഇൻട്രാഡേയിൽ നിന്നും സ്വിംഗ് ട്രേഡിംഗിൽ നിന്നും കിട്ടുന്ന വരുമാനം നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, നേരത്തെ പറഞ്ഞ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഒരു 100 രൂപ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് ഈ 2 വർഷത്തേക്ക് എനിക്ക് ഈ ഒരു ഫണ്ട് ആവശ്യമില്ല എന്ന് ഉറപ്പുള്ള ഫണ്ടുകളെ ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്കായിട്ട് കൊണ്ടുവരാം. എന്നാൽ ഒന്നുകൂടെ പറയുന്നു, 2 വർഷം ഒരു കമ്പനി ഹോൾഡ് ചെയ്യണം എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എൻട്രി എക്സിറ്റ് റൂളുകൾ നമ്മൾ ഫോളോ ചെയ്താൽ മതി. അതിപ്പോ നേരത്തെ പറയാറുണ്ട്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് ഞങ്ങൾ സമീപിക്കുന്ന കമ്പനി സ്വന്തം കമ്പനി ആണെങ്കിലും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എക്സിറ്റ് ചെയ്യണം. നമ്മുടെ സ്വന്തം കമ്പനി ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ കമ്പനി എക്സിറ്റ് ചെയ്ത് മാറിയേ പറ്റും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിങ്ങിനായിട്ട് ഇറങ്ങുന്ന പ്രോഫിറ്റിന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേരെടുക്കാനോ അല്ലെങ്കിൽ ആ കമ്പനിയിൽ നമുക്ക് ഇത്ര % ഷെയർ ഉണ്ടെന്ന് പറയാനോ അല്ല. നമുക്ക് പ്രോഫിറ്റ് ആണ് ആവശ്യം എന്നുള്ളത് കൊണ്ട് അതായിരിക്കണം നമ്മുടെ ഫോക്കസ് മുഴുവൻ. അപ്പോൾ പ്രൊഫഷണലായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നവരുടെ ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, സ്വിംഗ് ട്രേഡിങ്ങും ഇൻട്രാഡേയും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റും ഏകദേശം എങ്ങനെയായിരിക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇതിൽ തന്നെ വേരിയേഷൻസ് വരാം. അതായത് മാക്സിമം ഇൻട്രാഡേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഈ ഷോർട്ട് ടൈം ട്രേഡിങ്ങിനും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനും ഇത് വേരിയേഷൻ വരുത്താൻ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ അവനവന്റെ ക്യാപിറ്റലും റിസ്ക്കും അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നാൽ ഒരു മിനിറ്റ് ഡൗട്ടൊക്കെ ചോദിക്കാൻ വരട്ടെ, 1 മിനിറ്റ്. എന്നാൽ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിലൂടെ പറഞ്ഞിട്ട് ഡൗട്ട് ക്ലിയറിലേക്ക് കടക്കാം, സജഷൻസിലേക്കും ഡൗട്ട് ക്ലിയറിലേക്ക് കടക്കാം. ഓക്കെ, എക്സ്ട്രാ ഇൻകത്തിനായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിൽ ചെറിയ വേരിയേഷൻ വരുത്തേണ്ടതുണ്ട്, ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ക്യാപിറ്റലിന്റെ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ചോളം ഈ വാക്ക് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്ട്രാ ഇൻകം, അധിക വരുമാനം, സ്വാഭാവികമായിട്ടും അധിക സമയം അല്ലെങ്കിൽ ഫ്രീ ടൈം ആയിരിക്കും ഇതിനു വേണ്ടി യൂസ് ചെയ്യാനുണ്ടാവുക.
അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണലായിട്ട് മാർക്കറ്റിൽ ഇരിക്കുന്നവരെ പോലെ ഫുൾ ടൈം ഒന്നും മാർക്കറ്റിന് മുമ്പിൽ ഇരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. കാരണം ജോലി അല്ലെങ്കിൽ ബിസിനസ് അതിൻ്റെതായ തിരക്കുകളിലൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും. എക്സ്ട്രാ കിട്ടുന്ന ഫ്രീ ടൈം ആയിരിക്കും മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാനുണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മാർക്കറ്റിൽ നമ്മൾ എത്രത്തോളം മാർക്കറ്റിൽ നമ്മൾ ഇരിക്കുന്നു അതനുസരിച്ചായിരിക്കണം നമ്മളുടെ നീക്കങ്ങളെല്ലാം. അപ്പോൾ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിനെ സമീപിക്കുന്നവർക്ക് ഫുൾ ടൈം ഒന്നും മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അറ്റൻഷൻ വേണ്ട ഇൻട്രാഡേയിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കണം. എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിനെ സമീപിക്കുന്നവർ ഇൻട്രാഡേയിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കണം. കാരണം വളരെ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് മാർക്കറ്റിൽ ഇരിക്കുന്ന സമയം മാത്രമേ ഇൻട്രാഡേ ചെയ്യാവൂ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിൽ സമീപിക്കുന്ന ഒരാളാണ്. എനിക്ക് രാവിലെ നല്ല തിരക്കാണ്, ഒരു 11 മണി കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആവും. ഈ 11 മണി കഴിയുമ്പോൾ എക്സാമ്പിൾ, ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യം മാത്രം പറയുന്നത്, എനിക്ക് ഇന്ന് രാവിലെ മുതൽ അത്യാവശ്യമുള്ള ജോലികളൊക്കെ തീർക്കാണ്ട് 11 മണിയാകുമ്പോഴേ ഞാൻ ഒന്ന് ഫ്രീ ആവുള്ളൂ. അപ്പൊ 11 മണിക്ക് എനിക്ക് മാർക്കറ്റിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ആ സമയത്ത് ഞാൻ ഇൻട്രാഡേ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാവൂ. അതല്ലാതെ രാവിലെ ഞാൻ മാർക്കറ്റ് 9:30 9:15 ഓപ്പൺ ചെയ്യല്ലോ, 9:30 ഞാനൊരു ട്രേഡ് എടുക്കാം, ഈ ജോലിക്കിടയിൽ ഇത് നോക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് ഒരിക്കലും. എനിക്ക് മറ്റ് ജോലിയിലേക്കോ മറ്റു കാര്യത്തിലേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ശ്രദ്ധ മാറ്റേണ്ടി വരില്ല എന്ന് ഉറപ്പുള്ള സമയം 1 മണിക്കൂറോ അരമണിക്കൂറോ ആവട്ടെ, ആ സമയം മാത്രമേ ഇൻട്രാഡേ ചെയ്യാവൂ. അപ്പൊ ഞാൻ 11 മണിക്ക് ഫ്രീ ആയപ്പോൾ ഞാൻ ഒരു ഇൻട്രാഡേ ട്രേഡ് എടുത്തു, ഒരു കോളോ എന്തോ സാധനം എടുത്തു. ആ സംഭവം എടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആണെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് എനിക്ക് ശ്രദ്ധ മാറ്റേണ്ടി വന്നാൽ ആ നിമിഷം ആ ട്രേഡ് പ്രോഫിറ്റിലോ ലോസിലോ നോക്കാതെ എക്സിറ്റ് ചെയ്തിട്ടേ ഞാൻ അവിടുന്ന് മാറാവും. കാരണം മാർക്കറ്റിനോടുള്ള നമ്മളുടെ സമീപനം മാത്രമാണ് നമുക്ക് റിസൾട്ട് കൊണ്ടുതരുന്നത്. നമ്മൾ തോന്നിയ പോലെ റെസ്പെക്ട് ഇല്ലാതെ ഒന്നും മാർക്കറ്റിനോട് അപ്രോച്ച് ചെയ്യരുത്. നമ്മുടെ സമീപനമാണ് മാർക്കറ്റിനെ എത്രത്തോളം നമ്മൾ റെസ്പെക്റ്റോട് കൂടി മാർക്കറ്റിനെ സ്നേഹിക്കുന്നു അത്രത്തോളം അത് മാർക്കറ്റ് റിസൾട്ട് കൊണ്ട് തരാറുള്ളത്. അപ്പോ മാർക്കറ്റിലെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന സമയത്തെ ഇൻട്രാഡേ ചെയ്യാവൂ. ഇനി എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാത്രമേ മാർക്കറ്റിൽ ഇരിക്കുന്നവരെ കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്ക് മാർക്കറ്റിന് പ്രൊഫഷണലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമോ മാസം 2-3-4 ദിവസമൊക്കെ ലീവ് എടുത്ത് മാർക്കറ്റിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹാഫ് ഡേ എങ്കിലും ഉച്ചവരെയെങ്കിലും ലീവ് എടുത്ത് മാർക്കറ്റിൽ ആത്മാർത്ഥതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ സ്കിൽഡ് ആയതിനു ശേഷം മാത്രമേ ഇൻട്രാഡേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാവൂ. അതല്ലെങ്കിൽ നമ്മളുടെ റിസൾട്ട് ആത്യന്തികമായിട്ട് സമയമില്ലാത്ത സമയം ഉണ്ടാക്കി നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്നുള്ളത് ലോസ് മാത്രമായിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം മറ്റൊരു സ്വിംഗ് ട്രേഡിംഗ് നമുക്കറിയാം, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഓരോ സ്റ്റോക്കിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളായിരിക്കും. പക്ഷേ ആ സാധനം ഇൻട്രാഡേയിലേക്കായിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ, ആ സാധനം ഇൻട്രാഡേയിലേക്കായിട്ട് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മിക്ക ദിവസവും ലോസ് ആയിരിക്കും. എന്നാൽ മാർക്കറ്റിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയത്ത് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണെങ്കിൽ ചിലപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, TCS, ഇങ്ങനത്തെ കമ്പനികളൊക്കെ നമ്മൾ കഴിഞ്ഞ കണ്ടതാണ്. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത് കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ് തന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇത് ഇൻട്രാഡേ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ലോസ് തന്നിട്ടുണ്ടാവും. അപ്പോ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയത്ത് ഇൻട്രാഡേയിൽ ഇരിക്കാവൂ. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേക്കായിട്ട് ടോട്ടൽ ക്യാപിറ്റലിന്റെ 20% മാത്രമേ ഇൻട്രാഡേക്കായിട്ട് ഉപയോഗിക്കാവൂ. ടോട്ടൽ ക്യാപിറ്റലിന്റെ 20% മാത്രമേ മാക്സിമം ഇൻട്രാഡേക്കായിട്ട് ഉപയോഗിക്കൂ. ആ 20%-ന് തന്നെ 3 അല്ലെങ്കിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിലൊരു പോർഷൻ കൊണ്ടായിരിക്കണം ഒരു എൻട്രി എടുക്കേണ്ടത്. ക്യാപിറ്റൽ മാനേജ്മെന്റ് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഇൻട്രാഡേ ഒരു പ്രൊഫഷനായിട്ട് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം 4 അല്ലെങ്കിൽ 6, 12 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നും 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ സേഫ് എന്നും പറഞ്ഞിരുന്നു. സേഫ് അല്ല, കുറച്ചുകൂടെ നല്ല എന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ 3 4 ആയിട്ട് നമ്മുടെ ക്യാപിറ്റൽ, അതായത് ടോട്ടൽ ക്യാപിറ്റൽ 20% മാത്രമേ ഇൻട്രാഡേക്കായിട്ട് ഉപയോഗിക്കാവൂ മാക്സിമം. അതിനെ തന്നെ 3 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിലൊരു പോർഷൻ കൊണ്ടായിരിക്കണം ഒരു എൻട്രി എടുക്കേണ്ടത്. റിസ്ക് മാനേജ്മെന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ സാധനം തന്നെയാണ്. ഒരു ട്രേഡിൽ എനിക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് സ്വയം ചിന്തിക്കുക. ആ റിസ്കിനുള്ളിൽ നിൽക്കുന്ന ട്രേഡുകളാണെങ്കിൽ മാത്രമേ അത് എനിക്കുള്ള ട്രേഡ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഞാൻ എൻട്രി എടുക്കാവൂ. അതല്ല മറ്റൊരാൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ് ഞാൻ ഒരിക്കലും എടുക്കരുത്. എന്റെ റിസ്ക്, എന്റെ ക്യാപിറ്റൽ, എന്റെ ഭാവി അത് എന്റെ കയ്യിലായിരിക്കണം. അപ്പോ ഓരോ ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റിയും മാർക്കറ്റ്, ഇപ്പൊ നേരത്തെ ഡിസ്കസ് ചെയ്ത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, മാർക്കറ്റ് എനിക്ക് തരുന്ന അവസരം എനിക്കുള്ളതാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാവൂ. മാർക്കറ്റ് കോമൺ ആയിട്ട് തരുന്ന അവസരം എനിക്കുള്ളതല്ല. അത് എന്റെ അവസരം കണ്ടെത്തി ഞാൻ ട്രേഡ് എടുക്കുക എന്നുള്ളത്, ഈ ട്രേഡിന്റെ എൻട്രി പോയിന്റിൽ നിന്നും സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം എന്റെ റിസ്ക് മാനേജ്മെന്റിന് സൂട്ടബിൾ ആണോ,
ആണെങ്കിൽ മാത്രമേ അത് എനിക്കുള്ള ട്രേഡ് ആകുന്നുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിൽ ഇറങ്ങുന്നവരെ സംബന്ധിച്ചോളം ടോട്ടൽ ക്യാപിറ്റലിന്റെ 20% മാത്രമേ ഇൻട്രാഡേക്ക് ആയിട്ട് ഉപയോഗിക്കാവൂ. അതിൽ തന്നെ 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിലൊരു പോർഷൻ ഉണ്ടായിരിക്കണം അറ്റ് എ ടൈം ഒരു എൻട്രി എടുക്കുന്നത്. അതുപോലെ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ഇറങ്ങുന്നവർ മാക്സിമം അറ്റ് എ ടൈം 2 പൊസിഷനിൽ കൂടുതൽ ഒരിക്കലും കൈവശം വെക്കരുത്. ഒരു പൊസിഷനിൽ തന്നെ എടുത്തു നിൽക്കാൻ ശ്രമിക്കണം. ഇനി അത്ര ആവേശമുള്ളവർക്കാണെങ്കിൽ മാക്സിമം അറ്റ് എ ടൈം 2 പൊസിഷൻ, അതിനപ്പുറത്തേക്ക് എടുക്കുകയേ ചെയ്യരുത്. അത് ആത്മഹത്യാപരമായിരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിനും ഷോർട്ട് ടൈം ട്രേഡിങ്ങിനും ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ എന്നുള്ളത് 20% ഇൻട്രാഡേക്ക്, 30% സ്വിംഗ് ട്രേഡിങ്ങിന് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിങ്ങിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ വേരിയേഷൻ വരുത്താം, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താം. അതിനെ തന്നെ 3 അല്ലെങ്കിൽ 6 സ്റ്റോക്കുകളിലായിട്ട് നമ്മൾ മീൻസ് ഡിവൈഡ് ചെയ്യാം. 30% എന്നുള്ളത് വേരിയേഷൻ വരുത്താവുന്നതാണ്. പക്ഷേ 20% എന്നുള്ളത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് മാക്സിമം ആണ്. ഇൻട്രാഡേ ക്യാപിറ്റലിന്റെ മാക്സിമം ഉപയോഗിക്കാൻ, ടോട്ടൽ ക്യാപിറ്റലിന്റെ 20% മാത്രമേ ഇൻട്രാഡേക്ക് ഉപയോഗിക്കാവൂ. എന്നാൽ ടോട്ടൽ ക്യാപിറ്റലിന്റെ 30% ട്രേഡിങ്ങിന് ഉപയോഗിക്കാം. ഈ 30% എന്നുള്ളത് വേരിയേഷൻ വരുത്താം, അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻ ആകാം. അതിനെ തന്നെ 3 അല്ലെങ്കിൽ 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ഒരു പോർഷൻ ഉപയോഗിച്ചിട്ടായിരിക്കണം ഒരു എൻട്രി നമ്മൾ എടുക്കേണ്ടത്. അവിടെയും റിസ്ക് മാനേജ്മെന്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, അതനുസരിച്ചുള്ള റിസ്ക് മാനേജ്മെന്റ് സൂട്ട് ആവുള്ളൂ. അതുപോലെ 50% ശരാശരി ഇൻവെസ്റ്റ്മെന്റുകൾക്കായിട്ട് കാണുന്നത്. 50% ഇൻവെസ്റ്റ്മെന്റുകൾ, 20% ഇൻട്രാഡേക്ക്, 30% സ്വിംഗ് ട്രേഡിംഗ് അഥവാ ഷോർട്ട് ടൈം ട്രേഡിങ്ങിന്, 50% ഇൻട്രാഡേ. ഇൻട്രാഡേ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ചോളം ഈ 6 കമ്പനികളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. മാക്സിമം 10 കമ്പനികളെ ആകാവൂ. എന്നാൽ മാർക്കറ്റിൽ ഫുൾ ടൈം ആയിട്ട് ഇരിക്കുന്നവരെ സംബന്ധിച്ചോളം 15 കമ്പനി വരെ ആകാമെന്ന് പറഞ്ഞു. പക്ഷേ എക്സ്ട്രാ ഇൻകത്തിന് മാർക്കറ്റിന് ഇറങ്ങുന്നവരെ സംബന്ധിച്ചോളം പോർട്ട്ഫോളിയോയിൽ മാക്സിമം 10 കമ്പനികളെ ഉണ്ടാകാവൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ വീക്കിലി, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോ ഓപ്പൺ ചെയ്ത് ഓരോ സ്റ്റോക്കിനെയും അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് പരിപാലനം. പരിപാലനം കൃത്യമല്ലെങ്കിൽ മുരടിച്ച് തന്നെ പോകും, ഒരു സംശയം വേണ്ട. കൃത്യമായ പരിപാലനം നടത്തുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്ക് റിസൾട്ട് കൊണ്ടുതരികയും ചെയ്യും. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ബാക്കി എന്തൊക്കെ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി ബാക്കി എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ശരി, സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു പ്രൊഫഷൻ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രൊഫഷനായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്ന കാലം മുതൽ നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടിയുള്ള അപ്രോച്ച് നമുക്ക് വേണ്ടത്. സിസ്റ്റം നമ്മൾ ഒരിക്കൽ ഡിസൈൻ ചെയ്താൽ 3-6 മാസത്തേക്ക് ഒരു കാരണത്താലും ഒരു ട്രേഡിന് വേണ്ടിയും ഓരോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും അത് പൊളിക്കരുത്. കാരണം അവിടെ പൊളിക്കുന്നു നമ്മളുടെ ഈ ഇമോഷണലി അപ്രോച്ചായി മാറുന്നു എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും സിസ്റ്റം ഫോളോ ചെയ്യാത്ത ഒരാളും മാർക്കറ്റിൽ സക്സസ് ആവാൻ കഴിയില്ല. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ കൺമുമ്പിൽ ഇതുപോലെ കാണിച്ചിരുന്ന മറ്റൊരു ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇമോഷൻസ് ഏറ്റവും അധികം തീരുമാനിക്കുന്നത്, നമ്മുടെ സക്സസിനെ തീരുമാനിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. ഇമോഷൻസ് ഏറ്റവും അധികം സ്വാധീനിക്കുന്ന മേഖലകളിൽ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ സക്സസ് ആവണമെങ്കിൽ ബാക്കി എന്തിനേക്കാൾ ഉപരി പ്രോഫിറ്റ് നമ്മുടെ ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇവിടെ സക്സസ് അവകാശപ്പെടാനുള്ളൂ. അപ്പോ ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിന്റെ ടോപ്പിക് ഇത്രയുമാണ്. ഇനി ചെറിയൊരു കാര്യം കൂടെ, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി ലെവലുകളും അതുപോലെ തന്നെ സ്റ്റോക്കുകൾ ഏതെങ്കിലും നോക്കാനുണ്ടെങ്കിൽ സ്റ്റോക്കുകളുടെ പേര് ഗ്രൂപ്പിലോ പേഴ്സണലായിട്ട് ടൈപ്പ് ചെയ്യാം. കാരണം ഇനി വോയിസ് എടുത്താൽ പ്രശ്നമാവും. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ടോപ്പിക്കും ഡിസ്കഷനും ഈ ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാർക്കറ്റ് അനാലിസിസിലേക്ക് ഇന്ന് പോയാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാവരും ക്ലാസ് നിർത്തിക്കുക സാറ്, ക്ലാസ് നിർത്തുന്നതല്ലോ. അവരെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. മാർക്കറ്റ് അനാലിസിസ് ലെവലുകൾ ഞാൻ ഗ്രൂപ്പിൽ തരാം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നോക്കാനുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിലോ പേഴ്സണലായിട്ട് എങ്ങനെയും മെസ്സേജ് അയച്ചോളൂ. അത് കൃത്യമായിട്ട് അതിന്റെ അനാലിസിസ് ആ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഇട്ടാൽ അതങ്ങനെ തന്നെ തരാം. കാരണം ഇനി എന്തായാലും എന്ത് മെസ്സേജ് ഇട്ടാലും ശരി ഒരു മണിക്കൂറിന് ശേഷം നോക്കലുണ്ടാവും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാം. നാളെ നമ്മൾ നോക്കുന്നത് ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. NSE-യിലാണെങ്കിൽ 2000-ലധികം സ്റ്റോക്ക്, BSE-യിൽ 5000-ലധികം സ്റ്റോക്ക്. ഇതിലേതാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ അടുത്ത ദിവസം കവർ ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ? സോറി ആക്ച്വലി സർ, നമ്മള് ഇപ്പൊ 10,000 രൂപ വെച്ചിട്ട് തുടങ്ങുന്ന ഒരാളും നേരത്തെ ആരാണ്ട് സംശയം ചോദിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാള് ഇപ്പം ഒരു സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്കൊരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്തുള്ള ഈ 10,000 രൂപയ്ക്ക് നമ്മൾ ഒരു ലോട്ട് എടുക്കുമ്പോൾ, ഇപ്പം സപ്പോസ് നിഫ്റ്റിയിലാ നല്ല
സ്ട്രൈക്ക് പ്രൈസിൽ ഇരിക്കുവാണ്, പക്ഷെ അതിലൊരു ഓപ്പർച്യൂണിറ്റി കാണുവാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ക്യാപിറ്റൽ ഡിവിഷനില് 10,000 രൂപയാണ് ഉള്ളത്. അതിനെ നമ്മൾ ഒരു 3ആയിട്ടോ 4ആയിട്ടോ വെക്കുമ്പം ആ ഒരു എൻട്രി നമുക്ക് കിട്ടത്തില്ല. പക്ഷെ നമുക്കൊരു പർട്ടിക്കുലർ, ഇപ്പം എന്റെ ഒരു സ്റ്റോപ്പ് ലോസിൽ വരുന്നത് ഒരു 500 രൂപ എനിക്ക് നഷ്ടം വരും ഈ ഒരു ട്രേഡ് എടുത്താൽ എന്നുള്ളൊരു ഒരു ബോധ്യം എനിക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു ട്രേഡിൽ എൻട്രി എടുത്തുകൂടാ? ഒരു കാര്യം കൂടെ, ഈ ഭാഗത്ത് നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ ആവശ്യകതയില്ല. അവിടെ 10,000 രൂപ എന്നുള്ളത് 1-2 ട്രേഡുകൾ എടുക്കുക. അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എൻട്രി എടുക്കുന്ന സ്ഥലം സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അനുസരിച്ചുള്ള സ്ഥലത്തെ എൻട്രി എടുക്കാവൂ. സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്ന സ്ഥലം അവിടെ നമ്മുടെ എന്റെ 500 രൂപയാണ് റിസ്ക് എന്നുള്ളതല്ല, നമ്മളുടെ ഈ റിസ്കിന് നമ്മുടെ ആ ഒരു സപ്പോർട്ടിന്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത്. അത് മാത്രമേ തുടക്കത്തിൽ ഫോളോ ചെയ്യാവൂ. അവിടെ ക്യാപിറ്റൽ മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ബാധിക്കുന്ന കാര്യമേ അല്ല, ചെയ്യുകയും ചെയ്യും. ഇപ്പോ 10,000 രൂപ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 2,000 അല്ലെങ്കിൽ 3,000 രൂപ വരുന്ന മാക്സിമം വരുന്ന രീതിയിലായിരിക്കും ഒരു എൻട്രി എടുക്കുന്നത്. അതായത് ഒരു എൻട്രി എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഡിവൈഡ് ചെയ്തുകൊണ്ടല്ല. കാരണം ശരാശരി അറ്റമണി സ്ട്രൈക്ക് റേറ്റ് എടുക്കണമെങ്കിൽ ഒരു 5,000 രൂപയോളം വരും. എന്നാൽ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി, കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ തൊട്ടടുത്തുള്ള ഔട്ട് ഓഫ് ദ മണി ഒക്കെ എടുക്കുമ്പോൾ ശരിക്കും നമുക്കൊരു 3,000 രൂപ ക്യാപിറ്റൽ വരും. അപ്പോൾ അവിടെ ഞാൻ 10,000 രൂപ വെച്ച് ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ ഒരു ലോട്ടായിരിക്കും അവിടെ എടുക്കേണ്ടത്. അവിടെ ഞാൻ എൻട്രി എടുത്ത് കഴിയുമ്പോൾ ഞാൻ എൻട്രി എടുക്കേണ്ടത്, ഞാൻ നോക്കേണ്ടത് എന്റെ ക്യാപിറ്റൽ എത്ര എന്നുള്ളതോ ഞാൻ എത്ര ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതോ എന്നുള്ളതല്ല. ഞാൻ എൻട്രി എടുക്കേണ്ടത് 21,030 മുകളിൽ കയറുമ്പോഴാണ് ഞാൻ എൻട്രി എടുക്കാൻ എന്റെ ഡിസിഷൻ അല്ലെങ്കിൽ എന്റെ സിസ്റ്റം എങ്കിൽ 21,030 മുകളിൽ കയറുമ്പോൾ ഞാൻ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി എടുക്കും. ഇവിടെ പ്രോഫിറ്റോ ലോസോ അല്ല എന്റെ ഇമ്പോർട്ടന്റ്, ഈ സിസ്റ്റം അനുസരിച്ച് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ 21,000 എന്റെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഈ 21,000 ബ്രേക്ക് ചെയ്യുമ്പോഴേ ഞാൻ എക്സിറ്റ് ചെയ്യും. അവിടെ എനിക്ക് എത്ര റിസ്ക് വരുന്നുണ്ടെന്നുള്ളത് പിന്നീടേ നോക്കേണ്ടതുള്ളൂ. കാരണം അതൊക്കെ ഈ റിസ്ക് എത്രത്തോളം വരുന്നു എന്നുള്ളതും എനിക്ക് എത്രത്തോളം റിട്ടേൺ വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്കില്ലായി കഴിഞ്ഞതിന് ശേഷം നോക്കേണ്ട കാര്യം മാത്രമാണ്. ഇവിടെ മാർക്കറ്റിൽ നേരത്തെ പറഞ്ഞ വാക്കൊന്നും ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മുടെ ഇമോഷണൽ കൺട്രോളിംഗ് ആണ്. അത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനാണ് സിസ്റ്റം അനുസരിച്ച് ഞാൻ എൻട്രി എക്സിറ്റ് ചെയ്യൂ എന്നുള്ള ആ ഒരു ഇംപ്ലിമെന്റ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കാരണം ഞാനൊക്കെ 5,000, 3,000, 10,000 വെച്ചിട്ട് എത്രയോ പ്രാവശ്യമാണ് ഞാൻ എന്റെ അക്കൗണ്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം. ആദ്യത്തെ ഒരു വർഷത്തെ എന്റെ PL ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ, ഞാൻ ഉപയോഗിച്ച ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണ് എനിക്ക് വന്നിരിക്കുന്ന ചാർജസുകൾ. ആദ്യത്തെ 1-2 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച ക്യാപിറ്റലിനേക്കാൾ എത്രയോ കൂടുതലാണ് ഞാൻ ഉപയോഗിച്ച എനിക്ക് വന്നിരിക്കുന്ന ചാർജസ്. അപ്പം ചിന്തിച്ചു നോക്കി ഞാൻ എന്തുമാത്രം ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അവിടെ അതല്ല ഞാൻ നോക്കിയത്. പക്ഷേ ആ കാലഘട്ടത്തിൽ എനിക്ക് വന്ന ലോസുകളും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ച് കവർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് മാറാൻ എനിക്ക് നിമിഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ എടുത്തിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തുള്ളൂ. കാരണം ഞാൻ ആ സമയം കൊണ്ട് മാർക്കറ്റ് എങ്ങോട്ട് പോയാലും എന്റെ ഡിസിഷൻ ക്ലിയർ ആണ്, അവിടെ ഇമോഷൻസ് ഇല്ല. അതൊരു പക്ഷേ ജസ്റ്റ് ലൈവ് സെഷൻ നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യമാണ്. മാർക്കറ്റിൽ ഡിസിഷൻ എടുക്കുമ്പോൾ എന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ പ്രലോഭനങ്ങളിൽ വീഴാറുണ്ട്. ഓരോരുത്തരുടെ പ്രലോഭനങ്ങളിൽ വീഴുമ്പോൾ വേണമെങ്കിൽ എടുത്തോളാം എന്നുള്ള മട്ടിലേക്ക് പോകാറുണ്ട്. അല്ലാതെ അതല്ല സാർ, എന്റെ ഡൗട്ട് അതല്ല എന്ന് പറഞ്ഞാൽ സാർ ഇപ്പൊ പറഞ്ഞ ആൻസറിൽ ഐ എം നോട്ട് ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്റെ ഡൗട്ട് ക്ലിയർ ആയില്ല. ഞാൻ പിന്നെ ചോദിച്ചോളാം സാർ. അല്ല, അത് തീർത്തിട്ട് പോയാൽ മതി. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ടൈം ഈ സംശയം അത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പൊ സാർ പറഞ്ഞത് പ്രകാരം നമ്മളിപ്പോ ഇനീഷ്യലി നമ്മൾ ആഡ് ചെയ്യുന്നു, അതിൽ നമ്മൾ പ്രോഫിറ്റോ ലോസോ അതിൽ വരുന്ന ഒരു ഇതല്ല, നമ്മൾ പ്രാക്ടീസിന് വേണ്ടി ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അപ്പൊ നമ്മൾ അതിന്റെ ഒരു ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് ഒരു പാർട്ട് യൂസ് ചെയ്യാനെന്ന് പറയുന്നു. അത് എവിടെ വരെ നമ്മൾ ഫോളോ ചെയ്യണം? അതിന് ശേഷം നമുക്ക് തോന്നുകയാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഒരു ട്രേഡില് എങ്കില് അതിൽ നമ്മൾ ആ ഒരു തരത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എവിടെ വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മേഡം ഇനി വരുന്ന 3 മാസത്തേക്ക് മേഡത്തിന്റെ ട്രേഡുകളെ ഒന്ന് മോണിറ്റർ ചെയ്യാം. ഇനി വരുന്ന 3 മാസത്തേക്ക് ഈ 3 മാസത്തിനിടയ്ക്ക് എത്ര പെർസെന്റേജുകൾ, അതായത് എത്ര ശതമാനം ട്രേഡുകൾ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും? ശരാശരി ഒരു ട്രേഡിന്റെ ലോസ് എത്ര വരുന്നുണ്ട്? ഈ ലോസ് എന്നുള്ളത് ഞാൻ എത്രത്തോളം എനിക്ക് ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ, അതായത് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഒരു 60-70% പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്, ബാക്കിയുള്ള 30-40% ലോസുകൾ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് അതിന്റെ റിപ്പോർട്ട് സഹിതം നമുക്ക് ബോധ്യമാകാൻ ഒരാഴ്ചയോ ഒരു മാസമോ അല്ല, ചുരുങ്ങിയത് 3 മാസമെങ്കിലും. കാരണം വീണ്ടും പറയുന്നു,
നമ്മളിത് താൽക്കാലിക നേട്ടമല്ല, നമ്മൾ ലോങ് ടൈം, അതായത് ജീവിതകാലം മുഴുവൻ നമുക്ക് ഇതിനകത്ത് റിട്ടേണും സമ്പത്തും ഉണ്ടാക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ അതിന്റെ ഫൗണ്ടേഷന്റെ ഭാഗത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഭാഗത്താണ്. ഈ ഫൗണ്ടേഷൻ എത്രമാത്രം ഉറപ്പുള്ളതാണെന്നാണ് ഇനിയുള്ള ഭാവി നമ്മുടെ നിശ്ചയം. അപ്പോ മിനിമം 3 മാസമെങ്കിലും നമ്മൾക്ക് സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ഇടയ്ക്കൊക്കെ ചെറിയ വയലേഷൻ ഒക്കെ വരാം, മീൻസ് നമ്മൾ ഇമോഷനൊക്കെ വന്നേക്കാം. പക്ഷെ എങ്കിലും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസോടുകൂടി കൺഫ്യൂഷൻസ് ഇല്ലാതെ ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. എടുക്കുന്ന ട്രേഡുകൾ 60-70% സക്സസ് ആവുന്നുണ്ട്. ആ പ്രോഫിറ്റിന് എന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അത്യാവശ്യം പ്രോഫിറ്റ് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓവറോൾ പ്രോഫിറ്റിലേക്ക് നിർത്താൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പതുക്കെ ക്യാപിറ്റൽ ഇപ്പോൾ ഉള്ളതിന്റെ ഒരു 50%-ഓ 100%-ഓ വളർത്തുക. ഒരിക്കലും മുഴുവൻ എമൗണ്ട് യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ 10,000 രൂപ വെച്ചിട്ടാണ് 3 മാസം കൊണ്ട് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, ഒരു ട്രേഡിന് 10,000 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഈ 3 മാസക്കാലം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സക്സസ് ആവുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ക്യാപിറ്റലിന് 20,000 25,000 ഉപയോഗിക്കാം. ഇവിടെയും ഒരു 1-2 മാസം ഇതേ കാര്യം ഈ ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇമോഷൻ വളരും. കാരണം വരുന്ന പ്രോഫിറ്റും ലോസും അതിനനുസരിച്ച് മാറിയിട്ടുണ്ടാവും. ഇവിടെയും 1-2 മാസമെങ്കിലും മിനിമം എനിക്ക് 60-70% സക്സസ് റേഷ്യോയിൽ എത്താൻ പറ്റുന്നുണ്ട്. അത് ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ എമൗണ്ട് മാറിയപ്പോൾ എന്റെ ഡിസിഷനിൽ പാലിച്ചകളൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് തന്നെ എന്റെ ആ ഒരു മാർക്കറ്റിനോടുള്ള എന്റെ സമീപനത്തിൽ വ്യത്യാസമൊന്നും വന്നില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോൾ ഈ 20,000 എന്നുള്ളത് 50,000 ആക്കി മാറ്റാം. ഇങ്ങനെ ഗ്രാജുവലി നമ്മളിപ്പോ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ LKG, UKG, 1 ക്ലാസ്സുകളിലെ ഈ രീതിയിലേ നമ്മൾ പോകാം. അപ്പോ ഇന്ന് 10,000-നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതേപോലെ 10 ലക്ഷത്തിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഇമോഷണലി നമ്മൾ ഓക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എത്ര ശ്രമിച്ചിട്ട് ഈ പ്രോഫിറ്റ് നോക്കാതെ ട്രേഡ് എന്നുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വരുന്നു. മേഡം മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞാണ് നിങ്ങളൊക്കെ. ആ കുഞ്ഞിനെ വെച്ചിട്ടാണ് മറ്റേ ബാലവേല എടുപ്പിക്കുന്നത്. അത് എന്നാലും വരണമല്ലോ സർ, പ്രാക്ടീസ് അത് ഞാൻ ഒരു ദിവസമൊക്കെ വിചാരിക്കും അത് നോക്കാതെ തന്നെ ഇന്ന് ട്രേഡ് ചെയ്യണം. പക്ഷെ അത് പറ്റത്തില്ല. എത്ര മാസമായിട്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നു? സിസ്റ്റം എത്ര മാസമായി ഈ സിസ്റ്റം ഫോളോ ഒക്ടോബറിൽ തുടങ്ങി. പക്ഷെ അന്നേരം ഞാൻ സിസ്റ്റം ഫോളോ ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ 100% ശരിയല്ല. കാരണം എനിക്ക് അന്നേരം ഇമോഷൻ കൂടുതലായിരുന്നു. ഏകദേശം എത്ര മാസമായി? ഒരു നവംബറിന് ശേഷം ഫോളോ ചെയ്യുന്നുണ്ട്. 3 മാസം ഏകദേശം അല്ലേ? ഈ പറയാൻ പറ്റത്തില്ല സർ, 100% ഞാൻ സക്സസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്റെ ചോദ്യം അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യം അതൊന്നുമല്ല. ഈ നവംബറിലും ഈ ഫെബ്രുവരിയിലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? നവംബർ മുതൽ ഫെബ്രുവരിയുള്ള കാലത്ത് ഉണ്ട്. കാരണം എനിക്ക് ഇപ്പൊ ചെറിയൊരു ലോസ് വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് ഒരു സപ്പോർട്ട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ എനിക്ക് അത് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സപ്പോർട്ടിൽ അത് കയറി വരാറുമുണ്ട്. അത് മാത്രമല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടോ? പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് സർ. പക്ഷെ ഈ പറഞ്ഞതുപോലെയാണ് പ്രോഫിറ്റ് ഒരു സാർ എപ്പോഴും പറയാറില്ലേ, പ്രോഫിറ്റിന് നമ്മൾക്ക് അതവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് ഈ നവംബർ മുതൽ ഫെബ്രുവരി ഞാൻ ഈ സ്റ്റോക്കിലോട്ട് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജാനുവരി, ഫെബ്രുവരി, ഈവൺ ഇൻ ഡിസംബർ, ആ ഒരു ഡിസംബർ ഹാഫ് ഓഫ് ആഫ്റ്റർ ഡിസംബറും ഒരു ജാനുവരി, ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ലോസ് ഉണ്ടായിട്ടുണ്ട്. കാരണം അതിന് കാരണങ്ങളുണ്ട്, അതെനിക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. ഇന്ന കാരണങ്ങളും ഉണ്ട്. അതിന് ഓവർകം ചെയ്യാൻ എനിക്ക് ഇപ്പൊ ഫെബ്രുവരി പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മേഖലയിൽ നമുക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു മേഖലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലുള്ള തുടക്കത്തിലെ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര പെർസെന്റേജ് കാണുള്ളൂ. അതല്ലാതെ ഒറ്റയടിക്ക് ഞാൻ നിൽക്കുമെന്നും 100-200% ഇംപ്രൂവ്മെന്റ് തുടക്കത്തിൽ ഉണ്ടാവില്ല. തുടക്കത്തിൽ ഒരു 10%, 15% ഇംപ്രൂവ്മെന്റ്, അതായത് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മാർക്കറ്റിനോടുള്ള അപ്രോച്ചിലും നമ്മുടെ ഡിസിഷൻ എടുക്കാനുള്ള കഴിവിലുമുള്ള ഇംപ്രൂവ്മെന്റ്. അത് ഇംപ്രൂവ്മെന്റ് 3 മാസം കൊണ്ട് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സക്സസിന്റെ പാതയിലാണ്. പക്ഷേ ഈ പെട്ടെന്നുള്ള, അതായത് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒട്ടും ഇമോഷണലി അല്ല ഈ സംസാരിക്കുന്നത്. നമ്മളുടെ മനസ്സിൽ തൃപ്തിയാവണമെങ്കിൽ വളരെ പെട്ടെന്ന് വലിയൊരു വളർച്ച വന്നെങ്കിൽ ശരാശരി ഒരു മനുഷ്യന്റെ മനസ്സിൽ തൃപ്തിയാവുള്ളൂ. അത് തുടക്കത്തിൽ എന്താ പറയുന്നത്, ആ ഒരു ശൈശവ ദശയിൽ ഒരിക്കലും ഒരിടത്തും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇത് നിങ്ങളിപ്പോ ഒരു 2-3 വർഷത്തിന് ശേഷമാണെങ്കിൽ ഇപ്പൊ ഉള്ളതിന്റെ ഇരട്ടിയോളം സക്സസിലെത്താൻ ഈ 3 മാസം മതി. പക്ഷെ ഇപ്പൊ ഉള്ളതിന്റെ ഇരട്ടിയോളം സക്സസിലേക്ക് എത്താൻ ചിലപ്പോൾ 1 വർഷം എടുത്തേക്കാം. അതായത് ഈ സക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ്. ഇപ്പോ ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് മേഡം ഒരു 10% അല്ലെങ്കിൽ 20% ഇംപ്രൂവ്മെന്റ് നേടി എന്ന് തോന്നിയാൽ അത് വലിയ ഇംപ്രൂവ്മെന്റ് ആണ്. എനിക്ക് പറയാൻ പറ്റും നേടിയിട്ടുണ്ടെന്ന്.
അത് വലിയ ഇമ്പ്രൂവ്മെന്റ് ആണ്. കാരണം നമുക്ക് പരിചിതമില്ലാത്ത, നമുക്ക് ശീലമില്ലാത്ത ഒരു മേഖലയിലാണ് 3 മാസം കൊണ്ട് 10-20% നമ്മളുടെ ഇമ്പ്രൂവ്മെന്റ്, പ്രോഫിറ്റ് ലോസ് അല്ലെങ്കിൽ പറയുന്നത് നമ്മളുടെ ശൈലിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കില്ലിലുള്ള ഇമ്പ്രൂവ്മെന്റ് 10-20% നേടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ നേട്ടമാണ്. ഈ ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്നും അടുത്ത നവംബറിലേക്ക് മാഡം 100% ഇമ്പ്രൂവ്മെന്റ് നേടിയിട്ടും വലിയ ഇമ്പ്രൂവ്മെന്റ്. എന്നാൽ അടുത്ത നവംബർ മുതൽ അടുത്ത മാർച്ച് ഫെബ്രുവരി ഉള്ള 3 മാസം കൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് 100% നേടിയിരിക്കുന്നെങ്കിൽ അടുത്ത 3 മാസം കൊണ്ട് 100% ഇമ്പ്രൂവ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. കാരണം തുടക്കത്തിലെ സ്റ്റെപ്പ് വെച്ച് പോയി പരിശീലിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ ഫെയിൽ ആവുന്നതിന്റെ കാരണം ഇതാണ്. ഈ കാത്തിരിക്കാൻ സാധിക്കുന്നില്ല. അതിനുള്ളിൽ നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. ഇങ്ങനെ വരുമ്പോൾ നിൽക്കാൻ പറ്റില്ല. ഇതാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യത്തിൽ അഹങ്കരിച്ചോളൂ എന്ന് തന്നെ ഞാൻ പറയും. കാരണം 3 മാസം കൊണ്ട് ഒരു 10-20% ഇമ്പ്രൂവ്മെന്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചെറുതല്ല. അത് ഏത് മേഖലയിലാണ് മാഡം നമുക്കൊരു 3 മാസം കൊണ്ട് ഒരു 10-20% ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്? പരിചയമില്ലാത്തൊരു മേഖലയിൽ ഇല്ല, പറ്റത്തില്ല. അങ്ങനെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. മാഡം ഒന്നുകൂടെ പറയാം. അത് ഒന്നുകൂടെ ഞാൻ അതായത് ഇത്തിരി സ്വയം പുകഴ്ചയായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഈ ഇമ്പ്രൂവ്മെന്റിന് നിങ്ങളെ സഹായിച്ചത് ഡെയിലി ഉള്ള ഈ ക്ലാസ് തന്നെയാണ്, വേറെ ഒരു സാധനമല്ല. ഡെയിലി ഉള്ള നിങ്ങൾക്ക് ഈ ക്ലാസ് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ കിട്ടുന്നെങ്കിൽ ഒരിക്കലും ഈ 3 മാസം കൊണ്ട് ഈ 10-20% ഇമ്പ്രൂവ്മെന്റ് കിട്ടില്ല. ഡെയിലി ഉള്ള ഈ സഹവാസം തന്നെയാണ് ഈ ഇമ്പ്രൂവ്മെന്റിലേക്ക് എത്തിച്ചത്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്തിരി അഹങ്കാരമായാലും കുഴപ്പമില്ല. താങ്ക് യു സർ. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. സോറി ഇത്തിരി ബുദ്ധിമുട്ടിച്ചു പറയുന്നത്. സാരില്ല. എനിക്കൊരു സംശയമുണ്ട്. ഈ രഞ്ജിനി മാഡത്തിന്റെ വീട്ടിൽ എത്ര സർവന്റ് ഉണ്ടെന്ന്? കാരണം ഇതിന്റെ മുന്നിലാണല്ലോ ഒരു ചൂടുവെള്ളം ഉണ്ടാക്കണ ആരാണ്? രഞ്ജിനി മാഡം എക്സ്ട്രാ പണി എടുത്തിട്ട് ഇതിന്റെ മുന്നിൽ ഇരിക്കുന്നത് കേട്ടോ. ഓ അത് ശരി. ഓക്കെ. അപ്പൊ അങ്ങനെ അതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, സർവന്റ് പോലും വെക്കാതെ? ഇല്ല. ഹലോ സാറേ, കേൾക്കാമോ? സാറ് ഞാനേ സാറിപ്പോ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ സാറിന്റെ സ്ട്രാറ്റജി. ഹലോ സാർ, ഞാൻ അതിലേ സാറോട് ചോദിക്കണേ, സാർ അതില് സക്സസ് റേറ്റ് എത്ര പെർസെന്റേജ് ആണ് സാറ് പറയാ? അല്ല സാറേ, സാറാണല്ലോ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇത്രയും കൊല്ലത്തെ ഒരു ഹിസ്റ്ററി എടുത്തിട്ടാണല്ലോ നമ്മൾ അതിന്റെ പെർസെന്റേജ് കണക്കാക്കുക. നമ്മളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് സാറോട് ചോദിക്കാണ്, സാർ എത്ര റേറ്റിംഗ് കൊടുക്കണം? അത് എപ്പോഴും ഞാൻ പറയുന്നത് 70% സക്സസ് റേഷ്യോ ഉണ്ടെന്ന് പറയാം. 70% അത്രേ ഞാൻ പറയാറുള്ളൂ. ഓക്കെ സാർ. പക്ഷേ അതിന് മുകളിൽ നമുക്ക് ലൈവായിട്ട് കിട്ടും. പക്ഷെ അത് ഞാൻ അവകാശപ്പെട്ടു. 70% സക്സസ് റേഷ്യോ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ സക്സസ് റേഷ്യോ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സാർ ഓപ്ഷൻസിലാണോ പറയണത് അതോ സ്റ്റോക്സിലാണോ? എങ്ങനെയാണ് സാർ കൺവേർട്ട് ചെയ്തിട്ടാണോ പറയണത്? ഇതെല്ലാം എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഓപ്ഷൻ ആവട്ടെ, ഫ്യൂച്ചർ ആവട്ടെ, ഇക്വിറ്റി ആവട്ടെ, എല്ലാം എന്റെ കൈയും കാലും കണ്ണും മൂക്കന്നെ. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മാറ്റിയെടുത്തില്ല. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുത്തു. ഓക്കെ സാർ. ഓക്കെ. ആര് PJ വിളിച്ചല്ലോ, നമുക്കൊരു കൊടിയൊക്കെ ഉണ്ടാക്കിയതെന്ന് അടുത്ത ഇലക്ഷൻ മത്സരിക്കാം. ഈ ഇക്വിറ്റിയിൽ എനിക്ക് ഈ ഒരു 6 മാസം കൊണ്ട് ഒരു 30% മെച്ചമുണ്ട്. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഈ ഇക്വിറ്റിയിൽ തന്നെ ഒരു 2 വർഷം വെയിറ്റ് ചെയ്താൽ സാറിന് ഒരു വർഷം 300% ഗ്രോത്ത്. ഞാൻ കാരണം പറയാം, 2 വർഷം വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മൾ ആ ലെവലിലേക്ക് വളരെയുള്ളൂ. സാറ് ചിന്തിച്ചേ, ഒരു വർഷം കൊണ്ടാണ് സാറ് 30% 6 മാസം കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഇനിയുള്ള 6 മാസം കൊണ്ട് മിനിമം 50% ഇക്വിറ്റിയിൽ ഉണ്ടാവില്ലേ? ഇക്വിറ്റിയിൽ 50% മേലെ ഉണ്ടാവും സാറേ. എനിക്ക് 100% 300% ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. എന്റെ തുടക്ക സമയത്ത് പോലും 50% താഴെ പോയിട്ടില്ല എന്റെ ഇക്വിറ്റിയിലേക്കൊന്നും. സാർ, അപ്പോഴാണ് ഒരു കാര്യം, നമുക്കൊരു ലോങ് ടൈം പോർട്ട്ഫോളിയോ സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോഴും സാറിന്റെ പ്രിഫറൻസ് ലിസ്റ്റിൽ ഉണ്ടല്ലോ അല്ലേ ആ കാര്യം? ഒരു സംശയമല്ല മാഡം, മറന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ട്യൂട്ടോറിയൽ ആപ്പ് എത്ര കാലമായി മുടങ്ങി കിടക്കുന്നത്. അത് റിലീസ് ചെയ്താൽ ആദ്യം വരുന്നത് നിങ്ങൾക്കുള്ള പോർട്ട്ഫോളിയോ കൺസൾട്ടിംഗ് ആണ്. അതായത് പോർട്ട്ഫോളിയോ നമുക്ക് വേണ്ട രീതിയിൽ അന്ന് പറഞ്ഞ അതേ സാധനം തന്നെ വരുന്നുണ്ട്. അത് കൂടാതെ മറ്റൊന്നും കൂടെ ഞാൻ പറയണ്ടെന്ന് ഓർക്കുന്നു, പക്ഷെ പറഞ്ഞു പോകുന്നത് മറ്റൊന്നും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അത് പക്ഷെ ഫീസ് ഉള്ള കാര്യമാണല്ലോ, ഇല്ലാത്തൊന്നുമല്ല, വെറുതെ സൗജന്യമായിട്ടുള്ള സർവീസ് ഒന്നുമല്ല. മറ്റൊരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 1-to-1
മീറ്റിംഗ്, 1-to-1 മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മളോട് സംസാരിക്കുന്നു. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് സക്സസ് ആവാൻ വേണ്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ അധികം വൈകാതെ ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. കാരണം എന്റെ ഈ 2 കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ ആപ്പ് റിലീസ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ പോർട്ട്ഫോളിയോയുടെ കാര്യം ഒരു സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ പോകുന്നത് നമ്മൾ വീക്ക്ലി വൺസ് ഒരു ദിവസം 1-to-1 മീറ്റിംഗിനായിട്ട് പ്ലാൻ ചെയ്യും. കാരണം ഓരോരുത്തരുടെയും പ്രോബ്ലങ്ങളും ഓരോരുത്തരുടെയും കഴിവുകളും വ്യത്യസ്തമാണ്. അപ്പോൾ അത് കണ്ടെത്തി എവിടെയാണോ ഇഷ്യൂ എന്ന് കണ്ടെത്തി അവിടെ അതിന് വേണ്ട സൊല്യൂഷൻ കൊടുക്കുന്ന കൺസൾട്ടിങ് തുടങ്ങാൻ പ്ലാൻ 1-to-1 കൺസൾട്ടിങ്. അത് പ്യുവർലി ഓരോരുത്തരെയും മുന്നിലേക്ക് അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും കൺസൾട്ടിങ് സാധിക്കും. ഹലോ എന്തോ സന്തോഷ് സാർ. എന്തോ കേൾക്കാം മാം. സാർ ഇപ്പൊ പറഞ്ഞത് ഞാന് ശരിക്കും പേഴ്സണലി അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. കാരണം ഞാൻ കുറെ പ്ലാറ്റ്ഫോമുകളിൽ ഇൻവോൾവ് ആയിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് i4x എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യൻ കമ്പനിയിലായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനൊക്കെ ഈ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ അതേമാതിരി നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത സമയത്ത് അവർ 50,000 നമ്മളുടെ അടുത്ത് മിനിമം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അവസാനം പോയിട്ടാണ് ഞാനിപ്പോ SMT-യിൽ എത്തിപ്പെട്ടത്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ ഇപ്പോഴും എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു വേഗ് ആയിട്ടുള്ള ഭയങ്കര പ്രോബ്ലത്തിൽ നിൽക്കുകയാണ് ഞാൻ. എന്ന് വെച്ചാൽ നമുക്ക് തിയറി കുറെ കാര്യങ്ങൾ അറിയാം, ഇപ്പൊ കാൻഡിൽസ്റ്റിക്സും ബാക്കിയുള്ള കുറെ തിയറീസ് അറിയാം. പക്ഷെ ഇത് എവിടെ എങ്ങനെ എപ്പോ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതേമാതിരി ഇപ്പൊ പല കാര്യങ്ങളും കുറെ പേര് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ചോദിക്കാൻ മടിയുള്ള, നമ്മളിപ്പോ ലൈവ് സെഷനിലാണെങ്കിലും ഇത് ചോദിക്കണോ വേണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുമല്ലോ. മെയിൻലി മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു കോംപ്ലക്സ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതേമാതിരി നമുക്കൊരു ഇൻഡിവിജ്വലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ കുറെ കൂടി ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിന് ഇതുവരെ കാത്തിരിക്കേണ്ട ആവശ്യകതയില്ല കേട്ടോ. ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ഒരിക്കലും ഇത് ഞാൻ ഈ ഒരു സർവീസ് തുടങ്ങുന്നവരെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യകതയില്ല. കാരണം എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നതിനോട് 90% ഞാൻ ആത്മാർത്ഥ പുലർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 100% ഇല്ല, 90% ആത്മാർത്ഥ പുലർത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരാവശ്യമുണ്ടെങ്കിൽ ഏത് നിമിഷവും എനിക്കൊരു ഫോൺ കോളിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90% മെസ്സേജുകൾക്കും കൃത്യമായിട്ടുള്ള ആൻസർ ഞാൻ തന്നിട്ടുണ്ട്. അതിന് ഒരിക്കലും ഈ ഒരു 1-to-1 കൺസൾട്ടിങ്ങിന്റെ ആവശ്യം പോലും വരുന്നില്ല. പബ്ലിക്കായിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ പേഴ്സണലി നിങ്ങൾ ഫേസ് ടു ഫേസ് ഇരിക്കുന്നത് പോലെ തന്നെ വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കാം. കാരണം എന്തെങ്കിലും കോളിന്റെ കാര്യം ഞാൻ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഏത് സാഹചര്യമാണ്, എവിടെയാണ് നിൽക്കുന്നത്, എന്താണ്, എന്ത് തരം തിരക്കിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നു ആരോ 2-3 പേരുടെ മെസ്സേജുകൾ മാത്രമേ എനിക്ക് മിസ്സായിട്ടുള്ളൂ. കാരണം പലപ്പോഴും വാട്സാപ്പ് ബാനായിട്ട് മിസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഹെൽത്ത് ഇഷ്യൂല് വന്ന് ഇപ്പോഴും കുറച്ച് ഓപ്പൺ ചെയ്യാതെ കിടക്കുന്ന കുറച്ച് മെസ്സേജുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഒരാളുടെയും മെസ്സേജുകൾക്ക് ഞാൻ ആൻസർ ചെയ്യാതിരുന്നിട്ടില്ല. അത് എന്ത് പ്രോബ്ലം ആണെങ്കിലും, ഇപ്പൊ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം, ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എപ്പോ വേണേലും ആർക്കും എപ്പോ വേണേലും മെസ്സേജുകൾ അയക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സമയത്ത് എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്യാത്തത്. ബാക്കി എല്ലാ സാഹചര്യത്തിലും ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്യും. എപ്പോഴാണോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് കേട്ടിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ആ നിമിഷം ഞാനത് ആൻസർ ചെയ്യുന്നതാണ്. അത് ഇന്നേ വരെ, അതായത് ഈ കാര്യത്തിൽ 90% എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. ഒരാളുടെ പോലും മെസ്സേജിന് ഞാൻ ആൻസർ ചെയ്യാൻ പോയിട്ടില്ല. ശ്യാം സാറിന്റെ മെസ്സേജുകൾ കുറച്ച് എനിക്ക് മിസ്സായിട്ടുണ്ട്. അതുപോലെ ആ ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ കുറച്ച് പേരുടെ മെസ്സേജുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ലാതെ ഒരാൾക്കും ഒരിക്കൽ പോലും ഞാൻ ആൻസർ ചെയ്യാതെ പോയിട്ടില്ല. അതിന് 1-to-1 കൺസൾട്ടിങ്ങിന്റെ ആവശ്യമില്ല. ഏത് നിമിഷവും ഇത്തരം കാര്യങ്ങൾ, അതിപ്പോ ട്രേഡിങ്ങും ആവട്ടെ, ഇമോഷൻ ആവട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ഏത് നിമിഷവും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിനൊരു തടസ്സമില്ല. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ തിരക്കുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അറിയില്ല കേട്ടോ. അത് ആരയച്ചാലും എന്റെ വൈഫിന്റെ മെസ്സേജ് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളുടെ മെസ്സേജാണ് നോക്കുക. ഓക്കെ, അതിന് ആർക്കും എപ്പോ വേണേലും മെസ്സേജ് അയക്കണം. അതിലൊന്നും ഒരു തടസ്സമല്ല. പക്ഷെ ഒന്നേ ഉള്ളൂ, ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്തില്ല എന്ന് ഓർത്തിട്ട് നോക്കിയിരിക്കരുത്. കാരണം എപ്പോഴാണോ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അപ്പോഴേ ഞാൻ ഓപ്പൺ ചെയ്യാറുള്ളൂ. അത് ഒരു പക്ഷേ വെളുപ്പിനായിരിക്കാം, ചിലപ്പോൾ രാത്രി ആയിരിക്കും, ചിലപ്പോൾ 1 മണിക്കൊക്കെ ഞാൻ ആൻസർ ചെയ്ത സന്ദർഭങ്ങളുണ്ട്, വെളുപ്പിന് 3 മണിക്കൊക്കെ ആൻസർ ചെയ്ത സന്ദർഭങ്ങളുണ്ട്. അത് എപ്പോഴാണോ ഫ്രീ അപ്പോഴായിരിക്കും ആൻസർ വരിക കേട്ടോ. എന്തോ ഇതെല്ലാം റെക്കോർഡിംഗ് ആണ്.
സാർ എഡിറ്റ് ചെയ്യാനുള്ള പിള്ളേരുണ്ട് സാറ്, എഡിറ്റ് ചെയ്യാനുള്ള പിള്ളേരുണ്ട്, എഡിറ്റ് ചെയ്തിട്ട് ബാക്കി ആയിരിക്കുള്ളൂ. ഓക്കെ. ഇനി രവീന്ദ് സാറ് പറഞ്ഞത് വൈഫിന്റെ കാര്യം പറഞ്ഞല്ലേ, റെക്കോർഡിംഗ് ആണ് അയച്ചു കൊടുക്കുന്നൊക്കെ അല്ലേ, അത് മാത്രം ആ ഭാഗം മാത്രം എടുക്കും. അപ്പോ ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇല്ല എങ്കിൽ ഗുഡ് നൈറ്റ്. സ്റ്റോക്കുകൾ നോക്കാനുള്ളതൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടോളുക. അതുപോലെ തന്നെ എല്ലാം ഇനി 1 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ് സർ.